ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരും വെൽക്കം ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. നിങ്ങളിൽ ഈ ജോയിൻ ചെയ്തിട്ടുള്ള പല ആൾക്കാർക്കും പല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസോ പല ചാലഞ്ചസോ ചിലപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവാം. ഇഫ് യു ആർ ഗോയിങ് ത്രൂ എനി ചാലഞ്ചസ് ലൈക്ക് ദാറ്റ്, ഡോണ്ട് വറി. ഫസ്റ്റ് ഓഫ് ഓൾ, യു ആർ നോട്ട് എലോൺ. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഒരുപാട് പേര് സിമിലർലി ഇത്തരത്തിലുള്ള ചാലഞ്ചസിലൂടെ കടന്നു പോകുന്നുണ്ട്, പലതരത്തിലും പല രീതിയിലും. അപ്പോൾ ഇന്നത്തെ വെബിനാർ എല്ലാവർക്കും അറിയാലോ, ട്രോമ ഹീലിംഗ്, എസ്പെഷ്യലി EFT ഓൺ ഹെൽത്ത്. നമുക്ക് എങ്ങനെ EFT എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ട്രോമ ഹീൽ ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്. സോ നിങ്ങൾ നിലവിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കടന്നു പോകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ എന്ത് ഹെൽത്ത് ഇഷ്യൂസ് ആണോ കടന്നു പോകുന്നത് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റോ. ചിലപ്പം ബോഡി പെയിൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് വണ്ണം വല്ലാണ്ട് കൂടിപ്പോകുന്നു, വെയിറ്റ് കൂടിപ്പോകുന്നു, ഓവർ വെയിറ്റ് ആയിരിക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ നല്ല ക്ഷീണം, വല്ലാണ്ട് ടെൻഷൻ വരുന്നു, ക്ഷീണം വരുന്നു, ഹെഡ് ഏക്ക് വരുന്നു, മൈഗ്രെയിൻ പോലുള്ള ഇഷ്യൂസ് വരുന്നു, അങ്ങനെ എന്തും ആവാം. അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് ടെൽ മീ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ആവും. സ്ട്രെസ് ഉണ്ട്, ഓക്കെ. സ്ട്രെസ് വല്ലാണ്ട് അനുഭവിക്കുന്നുണ്ട്, ഓക്കെ. വേറെ എന്താ ഉള്ളത്? സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, വേറെ? ഓക്കെ. ക്ലോസ്ട്രോഫോബിയ, മൈഗ്രെയിൻ ഉണ്ട്, ഓക്കെ. ക്ലോസ്ട്രോഫോബിയ ഉണ്ട്, അതേപോലെ മൈഗ്രെയിൻ, കോൺഫിഡൻസ് കുറവാണ്, ഓക്കെ. സ്ട്രെസ് വല്ലാണ്ട് ഉണ്ട്, വേറെ? വേറെ എന്തെങ്കിലും ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടോ? കോൺഫിഡൻസ് കുറവാണ്, ഓക്കെ. വെരി ഗുഡ്, ഓക്കെ. വേറെ? എല്ലാവരും കമന്റ് ചെയ്യട്ടോ. അലർജി ഉണ്ട്, ഓക്കെ. 3 വർഷമായിട്ട് IBS ഉണ്ട്. സഞ്ജയ് പറയുന്നു അലർജി ഉണ്ട്, IBS ഉണ്ട്. ചില ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവും, അലർജിയുടെ പ്രശ്നം ഉണ്ടാവും, സ്ട്രെസ്സിന് പൊടി തട്ടിയുള്ള പ്രശ്നം, ഓക്കെ. കൺസിസ്റ്റൻസി പ്രോബ്ലം, ഓക്കെ. ഓക്കെ. പലതരത്തിലുള്ള ഇഷ്യൂസ് ആണുള്ളത്. നിങ്ങൾക്ക് ചിലർക്ക് ഫുഡ് ദഹിക്കാത്ത പ്രശ്നം ഉണ്ടാവാം, അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും ഫുഡ് സ്മെൽ അടിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ, സ്ട്രെസ് വരുന്നു, പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, പ്രോപ്പറായിട്ടുള്ള ഒരു നല്ല രീതിയിലേക്ക് ഹെൽത്തി ആയിട്ട് കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള എന്ത് ചലഞ്ചസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഫുഡ് താല്പര്യം കുറവാണ്, ഓക്കെ. ഓക്കെ. നമുക്ക് എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രീതിയിലുള്ള ചലഞ്ചസിലൂടെ നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ, ഓക്കെ, ബോഡി പെയിൻ ഉണ്ട്, അലർജി, സ്ട്രെസ്, ഡിപ്രഷൻ ഉണ്ട്, ഓക്കെ. ഓക്കെ. നിങ്ങൾ എല്ലാവരുടെയും വിഷമങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. ഈ വിഷമം കുറെ കാലമായില്ല. എത്ര കാലമായി നിങ്ങൾ അനുഭവിക്കുന്നു? തൈറോയിഡ് പ്രശ്നമുണ്ട്, എത്ര കാലമായി? ഇതിന് പല മെഡിസിൻ കഴിക്കുന്നവർ, നിങ്ങൾ എത്ര കാലമായി മെഡിസിൻ കഴിക്കുന്നു? അതൊന്ന് കമന്റ് ചെയ്ത്. ഇതിനൊക്കെ മെഡിസിൻ കഴിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എത്ര കാലമായിട്ട് കഴിക്കുന്നുണ്ട്? ഒന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റോ, ഒന്ന് കമന്റ് ചെയ്യുക. അടുത്ത കാലത്താണ്, ഓക്കെ. വാസന കിട്ടുന്നില്ല, ഓക്കെ. എത്ര കാലമായിട്ട് നിങ്ങൾ മരുന്ന് കഴിക്കുന്നു? ക്രോൺസ് ഡിസീസ് ആണ്, ഓക്കെ. വാസന കിട്ടുന്നില്ല, 1 ഇയർ ആയിട്ട്. കോൺഫിഡൻസ് കുറവാണ്, എല്ലാത്തിനും ഒരു പേടി പോലെ തോന്നുന്നു, മുൻപ് കഴിച്ചിരുന്നു, 15 ഇയേഴ്സ്, ഓക്കെ. നോ മെഡിസിൻ, ഫുഡ് കഴിക്കാൻ മടിയാണ്, അലർജിയാണ്, IBS, നോ മെഡിസിൻ, ഓക്കെ. ചിലർക്ക് ഗ്യാസിന്റെ പ്രശ്നമുണ്ട്. എത്ര പേർക്ക് ഗ്യാസിന്റെ പ്രശ്നമുണ്ട്? എല്ലാത്തിനും ഒരു പേടിയുണ്ട്, ഓക്കെ. 1 ഇയർ ആയിട്ട് പ്രശ്നമുണ്ട്. എനിക്കുണ്ട് ഗ്യാസിന്റെ പ്രശ്നമുള്ളവർ, ഓക്കെ. ഗ്യാസിന്റെ ഇഷ്യൂ ശരിക്ക് ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എൻ്റെ ഒരു സ്റ്റോറി ഞാൻ പറയാം. ഏകദേശം 25 വർഷത്തോളം ഗ്യാസിന്റെ പെയിൻ അനുഭവിച്ച് നടന്ന ഒരാളാണ്, ഓക്കെ. എൻ്റെ ജീവിതത്തിലൊരു 10 വയസ്സിന് അല്ലെങ്കിൽ എന്താ പറയുക 15 വയസ്സ്, ഓക്കെ, 20 വർഷത്തോളം തികച്ചും പറയാം ഗ്യാസിന്റെ പ്രശ്നം നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഒന്നും കഴിക്കാൻ പറ്റില്ല, അപ്പോഴേക്കും ഗ്യാസിന്റെ പ്രോബ്ലം ആണ്, ഓക്കെ. നിങ്ങൾക്ക് അറിയോ ഇതിന്റെ പ്രോബ്ലം എന്തുകൊണ്ടാണെന്നുള്ളത്? ഉറക്കമില്ല, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ഉറക്കം കറക്റ്റ് അല്ല, ഡിപ്രഷൻ ഉണ്ട്, OCD ആണ്. സോ നമുക്കിതൊന്ന് എക്സ്പ്ലോർ ചെയ്യാം, എന്താണ്, എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. നമ്മുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്നു. നമ്മൾ ശരിക്കും തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യമുണ്ട്. ആ സത്യം ഇതാണ്: നമ്മളുടെ ശരീരത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ
നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയും തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ അനുഭവിക്കുന്ന മൈൻഡ് ഉണ്ട്, നമ്മൾ അനുഭവിക്കുന്ന പല സ്ട്രെസ്സുകളും. ഈ സ്ട്രെസ് എന്ത് ചെയ്യും? കൺവേർഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരുപാട് കാലം ഈ സ്ട്രെസ് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തായി മാറും? ഈ സ്ട്രെസ് വലിയ രീതിയിലുള്ള പ്രശ്നത്തിലേക്ക് നീങ്ങും. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ എന്ത് ചെയ്യും? വല്ലാണ്ട് നമ്മുടെ ശരീരത്തിൽ കൂടും. കോർട്ടിസോൾ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയും. ഇമ്മ്യൂണിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ശരീരത്തിന് രോഗങ്ങൾ പെട്ടെന്ന് വരാനുള്ള സാധ്യത കൂടുതലാണ്. രോഗങ്ങൾ ചെറിയ കാര്യങ്ങൾ മതി, പ്രതിരോധ ശക്തി വളരെ കുറവായിരിക്കും. അപ്പൊ ആ രോഗങ്ങൾ, അങ്ങനെയുള്ള രോഗങ്ങൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ ഇതിന് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ സ്ട്രെസ് ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം തിരിച്ചറിയുക. എല്ലാ അസുഖങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണം എന്താണ്? സ്ട്രെസ് ആണ്. എല്ലാ അസുഖങ്ങളുടെയും പ്രധാനപ്പെട്ട മൂലകാരണം സ്ട്രെസ് ആണ്. അത് ഞാൻ പറയുന്നത് എന്താണ്, നമ്മൾ തിരിച്ചറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മൈൻഡ് ബോഡി കണക്ഷൻ എന്ന് പറയുന്ന വിഷയത്തിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് വരാം. മൈൻഡും ഇമോഷൻസും തമ്മിലുള്ള കണക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. മൈൻഡ് എന്ന് വെച്ചാൽ, മൈൻഡിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും മൈൻഡ് എന്ന് പറയുന്ന എനർജി സോഴ്സാണ്. ഓരോ ചിന്തകളും ആ ചിന്തകളെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ നെഗറ്റീവായി ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ട് എന്തുണ്ടാകും? നമുക്ക് വികാരങ്ങളുണ്ട്, ഇമോഷൻസ് ഉണ്ട്. ഈ ഇമോഷൻസിനനുസരിച്ച് എന്ത് ചെയ്യും? ഒരു സിഗ്നൽ പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിന്ന് നിങ്ങൾക്ക് ഇതെങ്ങനെ, എന്താണ് മൈൻഡും ബോഡിയും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇന്നത്തെ സെഷനിൽ നിന്ന് അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഫിസിക്കൽ വെൽബീയിങ്ങിൽ, ഇന്നർ ലാൻഡ്സ്കേപ്പിൽ നമുക്ക് എങ്ങനെയാണ് മൈൻഡിന് കണക്ഷൻ ഉള്ളതെന്നുള്ളത് തിരിച്ചറിയാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ EFTയിലുണ്ട്. EFT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്നുള്ളതാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ആ ഒരു ഇന്നർ ലാൻഡ്സ്കേപ്പിനെ നമുക്ക് എന്ത് ചെയ്യാം? ഹോളിസ്റ്റിക് ഒരു ഹീലിംഗിലേക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹീലിംഗിലേക്ക് നമുക്ക് അതെങ്ങനെ കൊണ്ടുവരാൻ പറ്റും? അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? എത്തിക്കും. സോ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ്സ് ബിയോണ്ട് ദ ബ്രെയിൻ. The mind encompasses all our thoughts, emotions and beliefs. It's not limited to the brain's physical structure. നമ്മൾ കാണുന്ന ഒരു ബ്രെയിനിന്റെ ഒരു ഫിസിക്കൽ സ്ട്രക്ചറിന് അപ്പുറത്തേക്ക് എന്ന് വെച്ചാൽ മൈൻഡിൽ ഒരുപാട് ചിന്തകളും ഇമോഷൻസും സംഗതികളും കാര്യങ്ങളും എല്ലാം കിടക്കുന്നു. നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യുന്നു? നമ്മളുടെ റിയാലിറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മുടെ മൈൻഡിനുള്ളിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് തന്നെ വീക്കായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പൊ ശരീരം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് അറിയണം. കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റീവ് ബ്രെയിൻ, അനലിറ്റിക്കൽ ബ്രെയിൻ ആണ്. പലപ്പോഴും പല കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്യുക, സംഗതികൾ ചെയ്യാം. ലോജിക്കൽ തിങ്കിങ് ആണ്. ഡെയിലി ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഒക്കെ നടത്തുന്നത് കോൺഷ്യസ് മൈൻഡ് കൊണ്ട് നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിൽ നമ്മുടെ എല്ലാ വികാരങ്ങളും ഒക്കെ പാസ്റ്റ് ട്രോമാസ്, കഴിഞ്ഞ കാലത്ത് സംഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പകാലത്ത് സംഭവിച്ചിട്ടുള്ള ട്രോമാസ്, നമ്മുടെ കോർ ബിലീഫ്സ്, നമ്മളുടെ ദേഷ്യം, വെറുപ്പ്, വിദ്വേഷം, പക, പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം, സങ്കടം, ഇങ്ങനെയുള്ള സംഗതികളെല്ലാം സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നുണ്ട്. ഇതാണ് ആക്ച്വലി നമുക്ക് റിയാലിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈഫിലേക്ക് നമുക്ക് എന്ത് ചെയ്യുന്നത്, റിയാലിറ്റിയിലേക്ക് നമ്മളെ ബാധിക്കുന്നത്. അവിടെ എന്താണോ ഉള്ളത്, സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിൽ എന്തുണ്ട്? ഏതൊരു കാര്യം ആദ്യം കോൺഷ്യസ് മൈൻഡിനുള്ളിലേക്കാണ് പോകുന്നത്. കോൺഷ്യസ് മൈൻഡിനുള്ളിലേക്ക് പോകുന്ന ഒരു കാര്യം ആവർത്തിച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിലേക്ക് പോകും. നമുക്കൊരു ടെമ്പററി മെമ്മറി ഉണ്ട്, നമുക്ക് പിന്നെ ഒരു പെർമനന്റ് മെമ്മറി ഉണ്ട്. ടെമ്പററി മെമ്മറിയിലേക്ക് ഒരു കാര്യം ആവർത്തിച്ച് ചെന്നു കഴിഞ്ഞു അത് പെർമനന്റ് മെമ്മറിയിലേക്ക് പോകും. നിങ്ങൾക്ക് ചെറുപ്പത്തിൽ ഒരു ട്രോമ വല്ലാണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരുപാട് തവണ ട്രോമ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആ ട്രോമ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിലേക്ക് പതിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് അവിടെ കിടന്നു കഴിഞ്ഞാൽ അത് പിന്നീട് അവിടെ നിന്ന് പോകുന്നില്ല. അങ്ങനെ കുറെ കാലം ആ ട്രോമ നമ്മൾക്ക് ഇങ്ങനെ ട്രിഗർ ആയിക്കൊണ്ടിരിക്കും.
ചിലപ്പോൾ ചെറിയൊരു ലൊക്കേഷൻ ആയിരിക്കും. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടാണ് ട്രോമ അനുഭവിച്ചതെങ്കിൽ എപ്പോഴൊക്കെ വീട്ടിലെത്തുന്നോ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ട്രോമ ട്രിഗർ ആവും. ആ സ്ഥലത്ത് എത്തുമ്പോൾ ട്രിഗർ ആവും. നിങ്ങളുടെ ബോഡി ഒരു ഇൻസെക്യൂർഡ് ആവും. ചില ആൾക്കാർക്ക് ഇത് കുറച്ച് കൂടുതലായിരിക്കും. വീട്ടിലിരുന്നാൽ ഹാപ്പി ഉണ്ടാവില്ല. അവർക്ക് വീട്ടിലിരിക്കാൻ താല്പര്യം ഉണ്ടാവും. ദേ വാണ്ട് ടു എസ്കേപ്പ് ഫ്രം ഇറ്റ്. കാരണം വീട്ടിൽ ചെന്ന ട്രോമയാണ്, വീട്ടിൽ ചെന്ന സ്ട്രെസ്സാണ്. വീട്ടിൽ ചെന്നാൽ ആ വീട് ഓർമ്മിപ്പിക്കുന്നത് സ്ട്രെസ്സാണ്. ആ വീട് കൊടുത്തിട്ടുള്ള ഓർമ്മകളെല്ലാം അല്ലെങ്കിൽ ആ മെമ്മറിയിലെല്ലാം കിടക്കുന്നതും സങ്കടകരമായ വിഷകരമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. ചിലപ്പോൾ അതൊരു വ്യക്തിയായിരിക്കും, നിങ്ങളുടെ മാതാവാവാം, പിതാവാവാം, സഹോദരങ്ങളാവാം. അവരുടെ ഒരു ഇതായിരിക്കും, അവരെ കുറിച്ചുള്ള ഓർമ്മ. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ചിലത് എന്താണ്, ഒരു ടൈമാണ്. അതായത് എല്ലാ ദിവസവും ഇത്ര ടൈം ആകുമ്പോൾ പ്രശ്നമുണ്ടാവും. എല്ലാ ദിവസവും അച്ഛൻ വീട്ടിലേക്ക് വരികയാണ്, മദ്യപിച്ചിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. ഒരു ഏകദേശം 9 മണി 10 മണിയാകുമ്പോൾ, രാത്രി 9 10 മണിയാകുമ്പോഴേക്കും എല്ലാ ദിവസവും അച്ഛൻ കയറി വരുന്ന വഴക്കുണ്ടാവും. അവിടെ വളരുന്ന കുട്ടിക്ക് എന്തായിരിക്കും സംഭവിക്കുക? രാത്രി 9 മണി രാത്രി ആവുക എന്ന് പറയുമ്പോഴേക്കും സ്ട്രെസ് വരാൻ തുടങ്ങും. ആ പ്രശ്നം അവിടെ ഉണ്ടാവണമെന്നില്ല. രാത്രി എന്ന് പറയുന്നത് ബോഡിയിൽ എന്തുണ്ട്, ഒരു ബയോ ക്ലോക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും. ചില ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടില്ല, 5 മണിക്ക് രാത്രി വൈകുന്നേരം 5 മണിയായി അല്ലെങ്കിൽ 4 മണിയായി കഴിഞ്ഞ് ചായ കിട്ടും. അവർക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നം. മനസ്സിലാവണ്ടോ? ഇറ്റ് ക്രിയേറ്റ്സ് എ പാറ്റേൺ ഓഫ് മെമ്മറി. അപ്പൊ നമ്മളുടെ ലൈഫിൽ നമുക്ക് വലിയ റിസൾട്ട് കിട്ടണം, വലിയ ചേഞ്ച് കിട്ടണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചാലും പലപ്പോഴും അതൊക്കെ നടക്കാതെ പോകുന്നത് നമുക്ക് ചില ദിവസങ്ങൾ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. മൂഡ് ഓഫ്. ഒരുപാട് കാലം നമ്മൾ ഇത്തരത്തിലുള്ള പെയിൻഫുൾ ആയിട്ടുള്ള എല്ലാ ഓർമ്മകളും നമ്മുടെ ശരീരത്തിൽ, നമ്മൾ അനുഭവിച്ച എല്ലാ ട്രോമയുടെയും ഓർമ്മകളും നമ്മുടെ ശരീരത്തിൽ കിടക്കുന്നുണ്ട്. ഇതൊരിക്കലും നമ്മൾ കഴുകി കളഞ്ഞിട്ടില്ല. നമ്മൾ എല്ലാ ദിവസവും പുറത്തു പോകും, തിരിച്ചു വരും, ജോലിക്ക് പോകും, തിരിച്ചു വരും. എല്ലാ ദിവസവും രാവിലെ കുളിക്കും, ഫ്രഷ് ആവും. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വിയർത്ത് വന്നു കഴിഞ്ഞ് വീണ്ടും കുളിക്കും, ഫ്രഷ് ആവും. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിലെ അഴുക്കുകൾ കളയണം. എന്നാൽ ട്രോമ മൂലം നമുക്ക് കിട്ടിയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ, നെഗറ്റീവായിട്ടുള്ള സംഗതികൾ, നമ്മൾ അതിന് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ശരിയാണോ? നമുക്ക് അതിൻ്റെ ട്രോമ എപ്പോഴും നമ്മുടെ ലൈഫിൽ അവിടെ കിടക്കുകയാണ്. അതിന്റെ നെഗറ്റീവ് ചാർജുകൾ നമ്മൾ ഇതുവരെ കഴുകി കളഞ്ഞിട്ടുള്ളൂ. നമ്മുടെ മനസ്സിനെ കുളിപ്പിച്ചിട്ടുണ്ടോ, കഴുകിയിട്ടുണ്ടോ? നമ്മൾ ഇത്രയും കാലം ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ നമ്മൾ ഈ ഒരു സാധനം അവിടെ കിടക്കുന്നിടത്തോളം കാലം നമുക്ക് എന്തുണ്ടാകും? എന്നും നമുക്ക് എന്ത് ചെയ്യാണ്? പ്രശ്നങ്ങളാണ്, അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മുടെ സബ് കോൺഷ്യസ് ബിലീഫും നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസങ്ങൾ എന്താണോ ഉള്ളത് അതിനനുസരിച്ച് നമ്മളുടെ ആരോഗ്യം എന്ത് ചെയ്യും? ബാധിക്കും. ഇപ്പോൾ ഒരു നെഗറ്റീവ് ബിലീഫ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ, ഡീപ് സീറ്റഡ് നെഗറ്റീവ് ബിലീഫാണ് നമുക്ക് സബ് കോൺഷ്യസ് ബിലീഫാണുള്ളതെങ്കിൽ, past experience, traumas can manifest as a persistent physical ailments like chronic pain. അസുഖങ്ങളായിട്ട്, ശരീരവേദനകളായിട്ട് മാറും. ആങ്സൈറ്റി ഉണ്ടാകും, ഡിപ്രഷനിലേക്ക് പോകും, സ്വയം നശിപ്പിക്കുന്നതിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകളിലേക്കോ പോകും. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. EFT ടെക്നിക്ക് ഉപയോഗിച്ചിട്ട്, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ലിമിറ്റും ബിലീഫുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ടാപ്പ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിലുള്ള മെറീഡിയൻ പോയിന്റ്സ് ഉണ്ട്, അതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് ഇഷ്യൂസിനെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വെൽബീയിങ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ശരീരത്തിൽ. ശരീരം എപ്പോഴും പീസിലായിരിക്കും. നമ്മുടെയൊക്കെ അധികം ആൾക്കാരുടെയും ശരീരം സമാധാനത്തിലല്ല. നമ്മുടെ അധികം ആൾക്കാരുടെ ശരീരം പലപ്പോഴും സ്ട്രെസ്സിലാണ്. പല ആൾക്കാരുടെയും ശരീരം ഇൻഫ്ലമേറ്റഡ് ആണ്. അപ്പൊ ഈ ഇൻഫ്ലമേഷൻ എല്ലായ്പ്പോഴും ശരീരത്തിൽ ഇങ്ങനെ ഒരു സ്ട്രെസ്, ഒരു സുഖമില്ലാത്തൊരവസ്ഥ. നമ്മൾ അധികം ആൾക്കാർക്കും റിലാക്സ്ഡ് അല്ലല്ലോ. ശ്രദ്ധിച്ചണം, ചെറിയ ചെറിയ കാര്യങ്ങളും റിലാക്സ്ഡ് ആയിട്ടുള്ള എത്ര ആൾക്കാരുണ്ട് എല്ലാ ദിവസവും എപ്പോഴും റിലാക്സ്ഡ് ആയിട്ട് പോകുന്നത്? പ്രത്യേകിച്ച് ഒരു 30-35 വയസ്സിന് ശേഷം റിലാക്സേഷൻ കുറവാണ്. അയ്യോ ക്ഷീണം, എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും ബുദ്ധിമുട്ടോ, ജോലിയൊന്നും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയിപ്പോ ചെയ്യുകയൊക്കെ ചെയ്യും, കടമയാണല്ലോ, ചെയ്യും. പക്ഷെ എന്നാലും നമ്മളൊക്കെ അക്സെപ്റ്റ് ചെയ്തൊരു റിയാലിറ്റി ഉണ്ട്. ലൈഫ് ഇങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പം കൊട്ടൻ ചുക്കാതി തൈലോ ഇല്ലാത്ത അങ്ങനെയുള്ള സംഗതികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകാം. ഇനി പ്രശ്നങ്ങളാണ്, എനിക്കിനി മാറാൻ കഴിയില്ല, ഇനി അസുഖങ്ങൾ, ഇനി മരുന്ന്, എന്താ പറയുക, കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകാം. ഓക്കെ, റസാഖ്, നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യരുത്. വെറുതെ അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിമൂവ് ചെയ്യും കേട്ടോ. ഇനി അൺമ്യൂട്ട് ചെയ്യരുത്.
ഇനി ഞാൻ നിങ്ങളെ മ്യൂട്ട് ചെയ്യില്ല, ഇനി ഒറ്റയടിക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് ബി വെരി കെയർഫുൾ. ഡോണ്ട് അൺമ്യൂട്ട് ആൻഡ് മേക്ക് ക്രിയേറ്റ് സൗണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോ EFT പ്രോഗ്രാം നമ്മളെന്ന് വെച്ചാൽ നമ്മൾക്ക് കറക്റ്റ് ആയിട്ടുള്ള വെൽബീയിങ് ഉണ്ടാകും. നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എന്ന് പറയും. നമ്മുടെ ബോഡി, ഇപ്പൊ നിങ്ങൾ ഈ ഇടത്തെ സൈഡിൽ കാണുന്നുണ്ടല്ലോ, റെഡ് കളർ, ഒരു ബ്ലൂ കളർ, നമ്മുടെ ശരീരം നിൽക്കുന്ന രണ്ടവസ്ഥകളാണ്. നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് വല്ലാണ്ട് നമ്മൾ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എപ്പോഴും ഇൻഫ്ലമേഷൻ ഉണ്ടാകും. അതാണ് റെഡ് കാണിക്കുന്നത്, എപ്പോഴും ഇങ്ങനെ സ്ട്രെസ്സാണ്. എന്നാൽ നമ്മൾ സമാധാനത്തിൽ നമ്മളിങ്ങനെ ഒരു ബ്ലൂ ലൈറ്റ് കാണിക്കുന്നതെന്ന് വെച്ചാൽ, ആ ഒരു ബ്ലൂ കളർ കാണിക്കുന്നത് റിലാക്സ്ഡ് ആയിട്ടുള്ള അവസ്ഥ. നമ്മുടെ ശരീരത്തിൽ ഭക്ഷണം ദഹിപ്പിക്കാൻ, ഓക്കെ, അതേപോലെ നമ്മൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ ഒക്കെ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിൽ 2 പാർട്ടുണ്ട്. ഒരു പാർട്ട് എന്ന് പറയുന്നത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയും. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റഡ് ഡ്യൂറിങ് സ്ട്രെസ് ഓർ പെർസീവ്ഡ് ഡേഞ്ചർ. നമ്മൾ വല്ലപ്പോഴും വല്ലാണ്ട് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് ആണ് എങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഈ ഒരു ഇതെന്ത് ചെയ്യും, ANS ആക്ടിവേറ്റഡ് ആവും. ANS എന്ന് പറഞ്ഞാൽ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം, നാഡീവ്യൂഹം എന്ന് വേണമെങ്കിൽ പറയാം. അത് തന്നെയാണ് നിങ്ങൾ തൊട്ടുമുമ്പ് പിക്ചറിൽ കണ്ടത്. അതായത് എല്ലാ അവയവങ്ങളിലേക്കും നോക്കൂ, തലച്ചോറ്, പിന്നെ നെട്ടല്. അപ്പൊ നമ്മുടെ മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് ഡയറക്ട്ലി എന്തുമായിട്ട് കണക്റ്റഡ് ആണ്, ഈ നാഡീവ്യൂഹമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, നാഡീവ്യൂഹമായിട്ട് കണക്റ്റഡ് ആണ്. നമുക്ക് ഇവിടെ ബ്രെയിനിന് പറയുന്ന പോലെ തന്നെ 2 ബ്രെയിൻ ഉണ്ടെന്ന് നമ്മൾക്ക് പറയാം. നമുക്ക് അറിയാവുന്ന ഒരു ബ്രെയിൻ അല്ലേ, നമുക്ക് 2 ബ്രെയിൻ ഉണ്ടെന്നാ പറയുന്നത്. ഒരു ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ബ്രെയിൻ. രണ്ടാമത്തത് നമ്മുടെ ഗട്ട് എന്ന് പറയും, അതും ബ്രെയിൻ. നമ്മുടെ ഗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയറിന്റെ ഭാഗം. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കറക്റ്റ് ആയിട്ടൊരു ആക്സസ് ഉണ്ട്, കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് നാഡീവ്യൂഹം വഴി കോർഡിനേറ്റഡ് ആണ്. ഓക്കെ, ഇത് രണ്ടും കറക്റ്റ് ആയിട്ട് ബാലൻസ് ആയിട്ട് പോകണം. ഇവിടെ വരുന്ന ചിന്തകളും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസും വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ്, വയറ്റിൽ ഒരുപാട് ബാക്ടീരിയാസും അല്ലെങ്കിൽ എന്താ പറയുക ഹോർമോൺസുകളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ശരീരത്തിൽ പ്രോപ്പറായിട്ട് ബാലൻസ്ഡ് ആയിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടാം. നെഗറ്റീവ് ചിന്തകൾ, നമ്മുടെ മനസ്സിലേക്ക് ഒരു നെഗറ്റീവ് ചിന്ത അല്ലെങ്കിൽ ഒരു പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ശരീരത്തിൽ 2 നെർവസ് സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. നെർവസ് സിസ്റ്റം 2 ടൈപ്പ് ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ ആക്ടിവേറ്റഡ് ആവുന്നത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ്. ടെൻഷനോ വിഷമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ സിമ്പത്തറ്റിക് ആണ് ആക്ടിവേറ്റഡ് ആവും. നമുക്കിങ്ങനെ അപ്പോഴേക്കും നമ്മുടെ ബോഡി എന്താവും, സ്ട്രെസ്സിലേക്ക് പോകും, ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് പോകും. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് എന്താണ്? ഒന്നുകിൽ ഫൈറ്റ് ചെയ്യണം, സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യണം, പിടിച്ചു നിൽക്കണം. 2 വഴിയുള്ളത്, രക്ഷപ്പെടണം, അതാണ് സർവൈവൽ മോഡ് എന്ന് പറയുന്നത്. ആ പേടിയിൽ നിന്ന്, അപകടാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണം. അപ്പൊ ബോഡി നേരെ അപകടാവസ്ഥയിൽ രക്ഷപ്പെടാൻ ബോഡിക്ക് എന്ത് വെച്ചാൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്ന അവസ്ഥകൾ. അപ്പോൾ ഫൈറ്റ് മോഡ് ആണെന്നുണ്ടെങ്കിലും ഫ്ലൈറ്റ് മോഡ് ആണെങ്കിലും ഇതിലേക്ക് നമ്മളെ അലേർട്ട് ചെയ്യാൻ സഹായിക്കുന്നത് ഈ ഒരു ബോധം നമ്മളിലേക്ക് വരുന്ന, അപകടമാണ് എന്നൊരു ബോധം നമ്മളിലേക്ക് വരിക എന്നുള്ളതാണ് നമ്മൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് ആവശ്യം, നമുക്ക് നിലനിൽക്കാൻ ആവശ്യമാണ്. ഓക്കെ, പേടി നമുക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. ഓക്കെ, പക്ഷേ അതുണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് പോകും. അപ്പൊ തന്നെ ബോഡിയിൽ എന്ത് ചെയ്യും, പറഞ്ഞിരിക്കുന്ന ഒരു ഇൻഫ്ലമേഷൻ തുടങ്ങും. ബോഡിയിൽ ആ സമയത്ത് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. ഓക്കെ, അപ്പൊ ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അഡ്രിനാൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന കിഡ്നിയുടെ മുകളിൽ ഉള്ള ഒരു ഗ്ലാൻഡാണ്. അപ്പൊ അത് നമുക്ക് എന്താ വെച്ചാൽ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അമ്മ ഓഡിബിൾ അതോ ഇങ്ങനെ സ്റ്റക്കായി പോകുന്നുണ്ടോ? എനിക്ക് എങ്ങനെ കാണുന്നു? അമ്മ ഓഡിബിൾ? കേൾക്കുന്നുണ്ട് സർ. സ്റ്റക്ക് ആവുന്നുണ്ടോ? ഉറപ്പാണോ? ഓക്കെ, ശരി. ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നതെന്നൊക്കെ പറയുന്നു, ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നു. ഇപ്പൊ സ്റ്റക്ക് ഉണ്ടോ? ഇപ്പൊ സ്റ്റക്ക് ഇല്ല. ഓക്കെ, വെരി ഗുഡ്. സോ നെർവസ് സിസ്റ്റം, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നെർവസ് സിസ്റ്റത്തെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, റിലാക്സ് ആക്കി. അസുഖങ്ങൾ ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതാണ്. അസുഖങ്ങളുടെ കാരണം നെർവസ് സിസ്റ്റം എപ്പോഴും സ്ട്രെസ്സിലായി നിൽക്കുന്നതാണ്, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിൽ നിൽക്കുന്നുണ്ട്. എന്താ കാര്യം, ഒരു നെഗറ്റീവ് ചിന്തയോ വിഷമോ കാര്യങ്ങളോ വന്നു,
ഈ നെഗറ്റീവ് ചിന്തയോ വിഷമോ വന്നാൽ നെർവസ് സിസ്റ്റം ഈ പറഞ്ഞിരിക്കുന്ന സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആവും. ഉടനെ ബോഡിയിൽ ഫുള്ള് നെഗറ്റീവ് ചാർജ് പോകും. സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ എന്ത് ചെയ്യും, കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അതിനൊരു പ്രശ്നമുണ്ട്. അത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ദഹനം കറക്റ്റ് നടക്കില്ല. ദഹനം കറക്റ്റ് നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദഹനമാണ് നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട ന്യൂട്രിയൻസ് എല്ലാം, ഫുഡിൽ നിന്ന് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും സംഗതികളും പോഷകങ്ങളൊക്കെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്ക് എനർജിയാക്കി കൺവേർട്ട് ചെയ്തിട്ട് ശരീരത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് മെറ്റബോളിസം എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ഈ മെറ്റബോളിസം എന്ന് പറയുന്ന പ്രോസസ്സ് സ്ലോ ഡൗൺ ആവും. ഇത് സ്ലോ ഡൗൺ ആകുമ്പോൾ എന്താ സംഭവിക്കുക? ഇത് സ്ലോ ഡൗൺ ആകുമ്പോൾ നമ്മുടെ ശരീരം കംപ്ലീറ്റ്ലി വീക്ക് ആവുന്നു. കാരണം പ്രോപ്പറായിട്ട് എന്ത് ചെയ്യില്ല, മനസ്സിലാവുണ്ടോ? പ്രോപ്പറായിട്ടുള്ള രഹൻ എന്താ പറയുന്നത്, ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ നാച്ചുറൽ ഇഷ്യൂ. ഓക്കെ, സോ നമ്മുടെ ശരീരത്തിലേക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യില്ല, ഇത് പ്രോപ്പറായിട്ട് നമുക്ക് നടക്കില്ല. ഹീലിംഗ് അല്ലെങ്കിൽ എന്താ പറയുക, പ്രോപ്പർ ആയിട്ടുള്ള എനർജി സപ്ലൈ നടക്കില്ല. എനർജി സപ്ലൈ നടക്കാതാവുമ്പോൾ കംപ്ലീറ്റ്ലി നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളും വീക്കാൻ തുടങ്ങും. കാരണം പ്രോപ്പർ ന്യൂട്രിയൻസ് കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. സ്വാഭാവികമായിട്ട് സംഭവിക്കും. ഇത് ഈ കോർട്ടിസോൾ എക്സൈറ്റ് ഉൽപ്പാദിപ്പിച്ചാൽ ശരീരത്തിൽ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ ക്ലിയർ. ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ യാ ക്ലിയർ. അതേപോലെ തന്നെ ന്യൂ ഇൻഫർമേഷൻ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല, ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ INTRS, ഇൻട്രസ്റ്റിംഗ്. ജസ്റ്റ് കമന്റ് ഡൗൺ INTRS. ജസ്റ്റ് കമന്റ് ഡൗൺ INTRS. ഓക്കെ, വെരി ഗുഡ്. പുതിയ നോളജ് ആണ് നിങ്ങൾക്ക്. ഇനി നമുക്ക് അടുത്തൊരു നെർവസ് സിസ്റ്റം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ 2 നെർവസ് സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നെന്ന് വെച്ചാൽ പാരാസിമ്പത്തറ്റിക് ആണ് അടുത്തത്. നമ്മൾ പ്രൊമോട്ട്സ് റെസ്റ്റ് എടുക്കുന്ന സമയത്ത്, റിലാക്സ് ചെയ്യുന്ന സമയത്ത്, ഹീലിംഗ് പ്രോസസ്സിന്റെ ഒക്കെ സമയത്ത് ഹീലിംഗ് നമ്മളെ സഹായിക്കുന്ന പാരാസിമ്പത്തറ്റിക്. അപ്പൊ നമ്മൾ പരമാവധി അസുഖങ്ങൾ മാറാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യണം. അലോസ് ദ ബോഡി ടു കൺസേർവ് എനർജി ആൻഡ് റിക്കവർ. നമ്മുടെ ശരീരത്തെ റെസ്റ്റ് എടുക്കുമ്പോൾ റിക്കവർ ചെയ്യണം. ഈ ഉറങ്ങുന്നതിന്റെ 2 മണിക്കൂർ മുമ്പേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതിന്റെ കാരണം രാത്രി ശരിക്കും റെസ്റ്റ് എടുക്കാനാണ്. ആ നേരത്ത് ഭയങ്കരമായിട്ട് എനർജി ആവശ്യമുള്ള ഫുഡ് ഐറ്റംസുകളൊന്നും കൊടുക്കരുത്. ലൈറ്റായിട്ട് ഭക്ഷണം കഴിക്കാം, 2 മണിക്കൂർ മുൻപ് കഴിക്കാം. ലൈറ്റ് രാത്രിയിലതെല്ലാം അടിച്ചു കയറ്റി കിടന്നു കഴിഞ്ഞാൽ രാത്രിയും റെസ്റ്റ് കിട്ടിയിട്ടില്ല പ്രോപ്പറായി. കാരണം ബോഡിക്ക് എപ്പോഴും എന്താ വെച്ചാൽ കൂടുതൽ എനർജി ആവശ്യമായിട്ട് വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോപ്പർ റെസ്റ്റ് ആയിട്ട് പറ്റില്ല. അപ്പൊ രാത്രി ആവുന്നു. രാത്രി ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ റിലാക്സേഷൻ ഉള്ളത്, പ്രോപ്പർ ആയിട്ടുള്ള റിലാക്സേഷൻ. ഓക്കെ, അപ്പോൾ ANS എന്ന് പറയുന്ന 2 പാർട്ട് ഉണ്ടെന്ന് മനസ്സിലായി. നമ്മൾ എപ്പോഴും ആക്ടിവേറ്റ് ചെയ്യേണ്ടത് ഏതാണ്? പാരാസിമ്പത്തറ്റിക്. റിലാക്സ് ചെയ്യാൻ സാധിക്കും, നമ്മൾ കാമാക്കി നിർത്തും. വളരെ കാമായിട്ട് നിൽക്കുക. ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ട്രെസ് പിടിച്ച് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ EFT നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, EFT എന്താ സംഭവം എന്ന് വെച്ചാൽ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എന്നതിന്റെ മെത്തേഡ്. ഇത് ചെയ്താലുണ്ടാവുന്ന അസുഖങ്ങളെ പറ്റി ഒന്ന് ജസ്റ്റ് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അസുഖങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാകും ഇത് മൂലം എന്നുള്ളത് കൂടെ പറഞ്ഞുതരാം. ഇപ്പൊ EFTയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ, ഈ പറഞ്ഞതുപോലെ EFT എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ ഉപയോഗിച്ചാൽ നമ്മുടെ സ്ട്രെസ് എന്ത് ചെയ്യും? കുറയും. ബോഡിയിലെ സ്ട്രെസ് കംപ്ലീറ്റ്ലി കുറഞ്ഞ് വളരെ പീസ്ഫുൾ ആയിട്ട് നമ്മൾ നിൽക്കും. EFT എന്ന് പറയുന്നത് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. നമ്മുടെ ഇമോഷൻസിൽ നിന്ന് ഫ്രീഡം കിട്ടുന്ന ടെക്നിക്കാണ്. ഇത്രേ ഉള്ളൂ. ഇമോഷൻസിൽ നിന്ന് ഫ്രീ ആക്കുന്ന ടെക്നിക്. ആൻഡ് പ്രൊമോട്ടിങ് ബാലൻസ്. നമ്മുടെ ശരീരം എന്താകും? ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് എത്തും.
സ്റ്റേറ്റ് ഓഫ് ബാലൻസ്ഡ് ആൻഡ് കാം. EFT ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ബാലൻസ്ഡ് ആയി. ആൻഡ് റീസ്റ്റോറിങ് ഹാർമണി. ദിസ് റെഗുലേഷൻ റീസ്റ്റോർസ് ഹാർമണി വിത്തിൻ ദ നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റം എപ്പോഴും ഒരു ഹാർമണിയിലായിരിക്കും. ഏത്? ബാലൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്ത് ആക്ടിവേറ്റഡ് ആവുള്ളൂ? എന്ത് ആക്ടിവേറ്റഡ് ആവുള്ളൂ? നമ്മുടെ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആവുള്ളൂ. മറ്റത് ഈ പറഞ്ഞ പോലെ അധിക സമയത്തും പാരാസിമ്പതറ്റിക് ആയിരിക്കും ആക്ടിവേറ്റഡ് ആവും. നമ്മളിങ്ങനെ നോർമലായിട്ട് ബാലൻസ് ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് കൂളായിട്ട് നിൽക്കും. അങ്ങനെയുള്ള ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അസുഖങ്ങൾ ഉണ്ടാക്കും. പക്ഷെ നമ്മുടെയൊക്കെ പ്രോബ്ലം എന്താ? നമുക്ക് കിട്ടിയ ട്രോമകൾ എന്തായി മാറിയിട്ടുണ്ട്? പാറ്റേൺ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇറ്റ് ബിക്കെയിം എ പാറ്റേൺ. ആ പാറ്റേൺ അവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ ഒരു അറിയാതെ സ്ട്രെസ്സിലാണ്. നമ്മുടെ ബോഡി നമ്മൾ കോൺഷ്യസ്ലി അറിയാതെ അൺകോൺഷ്യസ് ലെവലിൽ, ഡീപ്പർ ലെവലിൽ, നമ്മുടെ ശരീരത്തിന്റെ സെല്ലുലാർ ലെവലിൽ നമ്മൾ എപ്പോഴും സ്ട്രെസ്സിലാണ്. പുറമേ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കിപ്പോൾ വലിയ സ്ട്രെസ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾക്ക് ചില ദിവസം അറിയാതെ തന്നെ ക്ഷീണം. എന്താ കാരണം അറിയില്ല, അല്ല ക്ഷീണം, ടയർഡ്നെസ് ഉണ്ട്. എത്ര പേർക്ക് അങ്ങനെ ഉണ്ടാവാറ്? പിന്നെ എന്തുകൊണ്ട് സംഭവിക്കും? നമുക്ക് പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ചില ഫുഡ് ഐറ്റംസ് നിങ്ങൾക്ക് ട്രിഗർ ചെയ്യും, പ്രശ്നം ഉണ്ടാകും. ഓക്കെ, നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ ചില ഫുഡ് ഐറ്റംസ്, കാരണം നിങ്ങൾ പുറത്തുനിന്നൊരു സാധനം കൊടുക്കുകയാണ്. ഈ കൊടുക്കുന്ന സാധനം എന്താണെന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടോ? പെട്രോൾ വണ്ടിയാണ് കാർ. അതിൽ പെട്രോൾ അടിക്കാൻ പാടുള്ളൂ. അതിൽ ഡീസൽ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാവും. നമുക്ക് ഏതാ വണ്ടി, നമ്മുടെ വണ്ടി ഏതാന്ന് തന്നെ നമുക്കറിയില്ല. പെട്രോൾ ആണോ ഡീസൽ ആണോ നമുക്കറിയില്ല. നമ്മൾ എന്തൊക്കെയോ കൊടുക്കുന്നു. ശരിയല്ലേ? ഇതിങ്ങനെ തുറന്നു വെച്ചിരിക്കുക. തുറന്നു വെച്ച റെയിൽവേ ട്രാക്ക്, എന്താ പറയാ, റെയിൽവേ ഗേറ്റ് മാറി അത് തുറന്ന് പൊന്തി കഴിഞ്ഞാൽ അതിലൂടെ കാറ് പോകും, ലോറി പോകും, സൈക്കിൾ പോകും, ബൈക്ക് പോകും, എല്ലാം പോകും. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഇവിടെ എന്തും പോകും. മധുരമോ, ഇനി അതല്ല വേറെന്താ, ഫ്രൂട്ട്സോ, അതോ പച്ചക്കറിയോ, മറ്റുള്ളതോ, ലൈക്ക് വെജോ നോൺ വെജോ, മന്തിയോ അൽഫാം മന്തിയോ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലോ കാര്യങ്ങളോ, ഇതെല്ലാം കടത്തി വിടും. ഇറ്റ് വിൽ ഗോ ലൈക്ക്. നമുക്ക് അറിയില്ല. എന്നിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കുക, നമ്മുടെ ബോഡി എന്താ ഇങ്ങനെ, നമുക്ക് എന്താ ക്ഷീണം. ഒന്ന് ഭക്ഷണം നമ്മൾ എന്താ അങ്ങോട്ട് കൊടുക്കുന്നു എന്നുള്ള സംഗതിയാണ്. രണ്ടാമത്തെ, ഇതിലേറെ കൂടുതലുമുള്ളത്, ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു ഇതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും, കുഴപ്പമില്ല, പ്രശ്നമില്ല. പക്ഷെ ഇതിനെക്കാട്ടിലും കൂടുതലുള്ളത് എന്താണ്? നമ്മൾ ഓൾറെഡി നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി എന്താണ്, സ്ട്രെസ്സിലാണ് എന്നുള്ളതാണ്. ഇപ്പൊ ഭക്ഷണം ഉണ്ടോ ഇല്ല എന്നുള്ളതിനെക്കാട്ടിലും ഭക്ഷണത്തിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ അവയർനെസ്സിൽ എപ്പോഴും നമ്മൾ സ്ട്രെസ്സിലാണ്. കാരണം പഴയ ഓർമ്മകൾ ഇപ്പോൾ ചിന്തിച്ചാൽ പോലും പലർക്കും പ്രശ്നമുണ്ട്, വേദനയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, അസുഖങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഒന്നും, അതെല്ലാം പോയി സ്റ്റോർ ചെയ്ത് കിടക്കുന്നത് എവിടെയാണ്? സെല്ലുകളിലാണ്. ഓരോ സെല്ലുകളിലും ആ സെല്ലുലാർ മെമ്മറിയിൽ അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പല അസുഖങ്ങളുടെയും കാരണം ശരിക്കും അന്വേഷിച്ചു കഴിഞ്ഞാൽ ആ പല കാരണങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളുടെ പുറകെ പോകാൻ കഴിയാത്തത് ഒരു കാരണമാണ്. നിങ്ങൾ ആരൊക്കെയോ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതായിരിക്കാം പല വിഷമങ്ങളും. മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉള്ളിലൊതുക്കി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നതായിരിക്കാം നിങ്ങളുടെ അസുഖത്തിന്റെ കാരണം. അതും അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഉള്ള വെറുപ്പ്, വിദ്വേഷം, പക, ഇത് കൊണ്ട് നടക്കുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ കാരണം. അസുഖങ്ങൾക്ക് പലപ്പോഴും അതിന്റെ മൂല കാരണം എന്ന് പറയുന്ന, റൂട്ട് കോസ് എന്ന് പറയുന്നത്, നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ട്രോമയിൽ നിന്ന് കിട്ടിയിട്ടുള്ള, അല്ല ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പെയിൻ ആണ് എന്ന റിയാലിറ്റി തിരിച്ചറിയണം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാൻ പറഞ്ഞുതരാം. ഇഫ് യു ആർ റെഡി, നിങ്ങൾ അനുഭവിക്കുന്ന അസുഖങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത്, നേരത്തെ കമന്റ് ചെയ്ത പോലെ ഒന്നുകൂടെ കമന്റ് ചെയ്ത് ഇഷ്ടമുണ്ടാവും. എന്തൊക്കെയാണ് നിങ്ങൾ അനുഭവിക്കുന്നത്? ഓക്കെ, OCD പ്രശ്നമുണ്ട്, വാസന അനുഭവിക്കുന്നില്ല. ഓക്കെ, വെരി ഗുഡ്, കുഴപ്പമില്ല, താങ്ക് യു. ഇനി ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഇത് പറഞ്ഞുതരാം, കുറച്ച് അസുഖങ്ങൾ ഞാൻ പറഞ്ഞുതരാം, ഇവിടെ വായിക്കാം. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കട്ടോ. ഇതിൽ ഏതെങ്കിലും അസുഖം നിങ്ങൾക്ക് ഉണ്ടോന്നോ? അബ്ഡോമിനൽ ക്രാംസ്, അതായത് ശോധന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ,
കാരണം ഇങ്ങനെ വല്ലാതെ പിടുത്തം. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയോ? അസുഖത്തിന്റെ ഗ്യാസിന്റെ പ്രശ്നം. നിങ്ങൾ സ്ട്രെസ് വല്ലാണ്ട് കൊണ്ട് നടക്കുന്നുണ്ട്, ആങ്സൈറ്റി ഉണ്ട്, ഉത്കണ്ഠയുള്ള ഒരാളാണ്, ഫിയർ, പേടി വല്ലാണ്ട്, പല കാര്യങ്ങളും ചെയ്യാൻ പേടിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ശോധന പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ, ടോയ്ലറ്റ് പ്രോപ്പറായിട്ട് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നില്ല. ഓക്കെ, ജീവിതത്തിന്റെ ഒഴുക്കിന് തന്നെ എന്തോ തടസ്സം നേരിടും, നിങ്ങൾ വിചാരിച്ച പോലെ ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ഫീലിങ്ങിലൂടെ ആ സ്ട്രെസ് കൊണ്ടു നടക്കുന്ന ഒരാളാണോ നിങ്ങൾ, നോ ഡൗട്ട് നിങ്ങൾക്ക് ഈ ഇഷ്യൂസ് ഉണ്ടാവും. ഇതിനെന്താ വേണ്ടത്? നമ്മൾക്ക് പലതിലും വിശ്വാസമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ വേണ്ടത് എന്താ വെച്ചാൽ, ഐ ട്രസ്റ്റ് ദ പ്രോസസ് ഓഫ് ലൈഫ് ആൻഡ് ഐ ആം സേഫ്. ഞാൻ ആഗ്രഹിച്ചു എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, ഐ ആം സേഫ് എന്നുള്ള വാക്ക് നിങ്ങൾ പറയണം. ആക്ച്വലി സൊല്യൂഷൻസ് ഞാൻ എല്ലാം വായിക്കില്ല, പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട റീസൺസ് പറഞ്ഞുതരാം. എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. ചില ചിന്തകൾ നിങ്ങൾ കൊണ്ടു നടക്കേണ്ടതുണ്ട്, ആ ചിന്തകൾ നിങ്ങളുടെ ബിലീഫാക്കി മാറ്റണം, അതിന് റീപ്രോഗ്രാമിംഗ് ചെയ്യണം. ഇപ്പോൾ അതല്ല ഉള്ളത്. ഇപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്ത എന്താണ്? ഒന്നും നടക്കുന്നില്ല, ഒന്നും ഞാൻ വിചാരിച്ച പോലെയില്ല, ഞാൻ കൺട്രോൾഡ് ആണ്, എനിക്കൊരു ഫ്രീഡം ഇല്ല, എനിക്കൊരു സ്വാതന്ത്ര്യമില്ല, ഭയങ്കര ആങ്സൈറ്റിയാണ്, എന്താകും എന്താകും എന്താകും. ഇത് ചെറുപ്പത്തിൽ തുടങ്ങിയതാ ഈ പ്രശ്നങ്ങൾ. ചെറുപ്പത്തിൽ നിങ്ങൾ ആങ്സൈറ്റി അനുഭവിച്ചില്ല. അഡിക്ഷൻസ് ഉണ്ട് ചില ആൾക്കാർക്ക്, ആസക്തി, അഡിക്ഷൻസ്. സിഗരറ്റ് അഡിക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഡിക്ഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡ്രഗ്സ്, അങ്ങനെയുള്ള സംഗതികൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടെങ്കിൽ മദ്യത്തിന് അഡിക്ഷൻ. അപ്പൊ അതെന്താണ്? നിങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതുകൊണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമല്ല, നിങ്ങൾക്കുള്ളിലൊരു പേടിയുണ്ട്, നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമില്ല, സെൽഫ് ലവ് ഇല്ല. അതാണ് അതിന്റെ പ്രധാന പ്രശ്നം. സ്വന്തത്തിൽ നിന്നും സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മുഖം തിരിക്കും. ഉത്തരവാദിത്തങ്ങളോ കാര്യങ്ങളോ നമ്മുടെ മിസ്റ്റേക്സുകളോ കാര്യങ്ങളോ പോരങ്ങളോ അതൊന്നും അഡ്രസ് ചെയ്യാൻ തയ്യാറല്ല. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ അവിടെ എന്താണെന്ന് വെച്ചാൽ, അവിടെ നമുക്ക് സെൽഫ് ലവ് വർദ്ധിപ്പിക്കണം. EFT ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെൽഫ് ലവ് നന്നായിട്ട് വർദ്ധിപ്പിക്കാൻ പറ്റും. നമ്മുടെ സെൽഫ് ഹെയ്റ്റ് ഒരുപാടുണ്ട്. ചെറുപ്പത്തിലെ ഒരുപാട് നീ പോരാ, നീ ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ ഒരുപാട് പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലും കേട്ടിട്ടുണ്ടെങ്കിൽ ഈ അസുഖം ഉണ്ടാവും. അഡിക്ഷൻസിലേക്ക് പോകും ആൾക്കാർ. ഓക്കെ, അലർജി പ്രശ്നങ്ങൾ, ലൈഫിനോട് തന്നെ ഒരു ഇറിറ്റേഷൻ ഉള്ള ഒരാളാണ്, ഡിനൈങ് സെൽഫ് വർത്ത്. നമുക്ക് നമ്മുടെ സെൽഫ് വർത്ത് ഫീൽ ചെയ്യുന്നില്ല, സ്വയം മൂല്യം ഫീൽ ചെയ്യുന്നില്ല, സ്വന്തത്തോടൊരു മൂല്യമില്ല, ഒരു ഇഷ്ടമില്ല, അങ്ങനെ ഞാൻ പോരാ എന്നൊരു തിങ്കിങ് ആണെന്നുണ്ടെങ്കിൽ അലർജീസ് പെട്ടെന്നുണ്ടാവും. ലൈഫിനോട് തന്നെ ഒരു ഇറിറ്റേഷൻ, ജീവിതത്തിനോട് ഒരു ദേഷ്യം കൊണ്ട് നടക്കും. വേൾഡ് സേഫ് അല്ല എന്നൊരു തോന്നല്, ലോകം ശരിയല്ല, പല കാര്യങ്ങളും. അപ്പൊ ഇങ്ങനെയുള്ള കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് അലർജി ഉണ്ട്. അപ്പൊ അത് എടുത്തു കളഞ്ഞാൽ മതി, അലർജി മാറും. ആങ്സൈറ്റി, ചിലർക്ക് ഭയങ്കര ആങ്സൈറ്റിയാണ്, ഉത്കണ്ഠയുണ്ട്. എന്താ കാര്യം? ട്രസ്റ്റിംഗ് ദ ഫ്ലോ, നോട്ട് ട്രസ്റ്റിംഗ് ദ ഫ്ലോ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പ്രോസസ് ഓഫ് ലൈഫിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവർക്ക് ഉത്കണ്ഠയുണ്ടാവും. എവിടെ നിന്നാണ് അറിയൊരു ബേജാർ, ഒരു വല്ലാത്ത ഒരു ബേജാർ. അതിന്റെ കാര്യം എന്താ? അവരനുഭവിച്ച ട്രോമയിൽ നിന്നാണ് ഈ ഒരു അവസ്ഥയിലേക്ക് അവരെത്തിയത്. അതായത് ജീവിതത്തിൽ പല കാര്യങ്ങളും വിശ്വാസം ഇല്ലാത്തത് കൊണ്ട്. രമ മാം ചോദിക്കുന്നു, EFT വെച്ചിട്ട് കിട്ടാത്ത പൈസ കിട്ടുമോ? തീർച്ചയായിട്ടും കിട്ടും. അങ്ങനത്തെ കുറെ കേസസ് ഉണ്ട് കേട്ടോ, ഒരുപാട് പേർക്ക് പ്രശ്നങ്ങൾ ക്ലിയർ ആയതുണ്ട്. ആർത്രൈറ്റിസ്, അതായത് പലപ്പോഴും എന്താ വെച്ചാൽ എന്താ പറയുക, ആമവാദം എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ വാദം, ആർത്രൈറ്റിസ് പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് സ്നേഹം കിട്ടാതിരിക്കും, ജീവിത പങ്കാളിയുടെ അടുത്ത് അല്ലെങ്കിൽ വീട്ടിലുള്ള മക്കളായിരിക്കട്ടെ, സ്നേഹം കിട്ടുന്നില്ല, ഫീലിംഗ് അൺലവ്, അല്ലെങ്കിൽ മാതാപിതാക്കളാണ് സ്നേഹം കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു, ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ. മനസ്സിലാവുന്നുണ്ടോ? സ്വയം വിമർശനം ഫീൽ ചെയ്യുക, ഒന്നിനോടൊരു താല്പര്യമില്ല, ഒന്നും നല്ലതല്ല, ഒരു നല്ല അങ്ങനെയുള്ള സംഗതിയുള്ള ആൾക്കാർക്ക് ആർത്രൈറ്റിസ് അസുഖം ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് എന്താ? ആസ്തമ, ശ്വാസം മുട്ടൽ പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട്. വല്ലാത്ത കുറ്റബോധം കൊണ്ട് നടക്കുന്ന ആൾക്കാർക്കാണ് ശ്വാസം മുട്ടൽ വല്ലാണ്ട് പ്രശ്നമായിട്ട് വരും. ഈ ശ്വാസം മുട്ടലുള്ള ആൾക്കാർക്കൊക്കെ എന്താ വെച്ചാൽ ഉള്ളിൽ വല്ലാണ്ട് കുറ്റബോധം, എന്തൊക്കെയോ തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ പോരാ, പല കാര്യങ്ങളും ശരിയായില്ല, അല്ലെങ്കിൽ സപ്രസ്ഡ് ക്രൈ, ഉള്ളിൽ എന്ത് ചെയ്യുക, അടക്കി പിടിച്ച് കരയുക, ഉള്ളിൽ ഒതുക്കിയിട്ട് കൊണ്ട് നടക്കുക. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും? ആസ്മയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് ചെറുപ്പത്തിൽ ട്രോമ കിട്ടിയതാവണം, ചെറുപ്പത്തിൽ ആ ട്രോമയിൽ നിന്ന് വന്നതാവാം, ലേറ്റസ്റ്റ് സ്റ്റേജിൽ ഉണ്ടാവതാവും.
ചിലർക്ക് ശ്വാസത്തിന് തടസ്സം, ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ട്. ഫിയർ കൊണ്ടാണ് ഉണ്ടാവുന്നത്. ലൈഫിൽ തുറന്ന് സംസാരിക്കാനുള്ള ധൈര്യം ഇല്ല, അവസരമില്ല. ജീവിക്കാനുള്ള അവകാശം പോലും തോന്നാത്ത ഒരു ഫീലിംഗ് കൊണ്ട് നടക്കുന്ന ആൾക്ക്, എന്നുള്ള ആൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ശ്വാസതടസ്സ പ്രശ്നങ്ങളുണ്ടാവും. ബാക്ക് പെയിൻ ഇവിടെ നിന്നുണ്ടാവുന്നതാണ്, പുറംവേദന. ഒരു ഇമോഷണൽ സപ്പോർട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ണറുടെ അടുത്തുനിന്നോ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ അടുത്തുനിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലോ ആരുടെ അടുത്തും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്ക് പെയിൻ ഉറപ്പായിട്ടുണ്ടാവും. ബാക്ക് പെയിൻ ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണ്? പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇമോഷണൽ സപ്പോർട്ട്, ഫിസിക്കൽ ഇമോഷണലി സപ്പോർട്ട് കിട്ടും. നമുക്ക് കുറെ ഒരു അപ്രീസിയേഷനും എല്ലാം കറക്റ്റ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ല സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ബാക്ക് പെയിൻ ഉണ്ടാവില്ല. നമ്മൾ അവിടെ ആ ഒരു നീഡ് ഫുൾഫിൽ ചെയ്യപ്പെടാത്തതുകൊണ്ട് ശരീരം എപ്പോഴും സ്ട്രെസ്സിലാണ്. അടുത്തത് BP. ദീർഘകാലമായിട്ട്, ഒരുപാട് കാലമായിട്ട് കൊണ്ട് നടക്കുന്ന പല വൈകാരിക പ്രശ്നങ്ങളുമാണ് ദേഷ്യ, പലരോടും ദേഷ്യം, പ്രത്യേകിച്ച് ദേഷ്യം, വെറുപ്പ്, വിദ്വേഷം, പക, ഇങ്ങനെയുള്ള സംഗതികൾ കൊണ്ട് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് കാരണം ചിലപ്പോൾ അയാൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, അയാൾ അനുഭവിച്ച ഒരുപാട് ആൾക്കാർ ചതിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വഞ്ചിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അയാൾക്ക് വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങൾ ചെറുപ്പത്തിൽ മുതൽ കൊടുത്തിട്ടുണ്ടാകും. ഈ സംഗതി ഉള്ളത് കൊണ്ട് എന്തുണ്ടാകും? ആൾക്ക് BP കൂടും. അടുത്തത് കഷണ്ടി വരുന്നത്, വല്ലാണ്ട് ഭയം, വല്ലാണ്ട് പിരിമുറുക്കം, സ്ട്രെസ്, ടെൻഷൻ. മനസ്സിലാകുന്നുണ്ടോ? ഇത് ആക്ച്വലി ഇതാണ്. ചില ആൾക്കാർക്ക് ക്യാൻസറിന്റെ പ്രശ്നം എന്താ? വല്ലാണ്ട് വേദനിപ്പിക്കപ്പെട്ടു, നല്ലോണം ചതിക്കപ്പെട്ടു, ദീർഘകാലമായിട്ട് കൊണ്ടു നടക്കുന്ന ദേഷ്യമുണ്ട്, വെറുപ്പ്. അതാണ് ക്യാൻസറിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇനി വായിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊളസ്ട്രോളിന്റെ എന്താണ്? സന്തോഷം ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ട ഒരാൾക്ക് കൊളസ്ട്രോൾ ഉണ്ട്. സന്തോഷിക്കാനൊരു അവസരം കിട്ടുന്നില്ല, ഹാപ്പി ആകാൻ പറ്റുന്നില്ല, ഉള്ളു തുറന്നു ഹാപ്പി ആയിട്ട് ചിരിക്കാൻ പറ്റും, ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റാത്ത ആൾക്കാർ. ഹലോ, ദയവ് ചെയ്ത് മ്യൂട്ട് ചെയ്യരുത്. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യരുത് കേട്ടോ. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ അടുത്തത് എന്തുവാ? പുണ്ണിന്റെ എന്താണ്? പുണ്ണ് വായിൽ പുണ്ണുണ്ടാവുക, ഓവർ എക്സ്പെക്ടിങ് അല്ലെങ്കിൽ ഓവർ കൺട്രോൾ ചെയ്യുന്ന പാരൻസ് ഉണ്ടാവും. അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, എപ്പോഴും പരാജയം ഫീൽ. കൺട്രോൾ ചെയ്യുന്ന പാരൻസ്, കൺട്രോൾ ചെയ്യുന്ന ലൈഫ് പാർട്ണറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വായിൽ പുണ്ണുണ്ടാവും. കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, പ്രോപ്പറായിട്ട് ടോയ്ലറ്റ് പോകാൻ പറ്റാത്തത്, പല പഴയ ആശയങ്ങളും എന്താ പറയാ വിട്ടുകളയുന്നില്ല, പല ഉള്ളിൽ കൊണ്ട് നടക്കുന്ന പല ചിന്തകളുണ്ട്, അത് വിട്ടുകളയുന്നില്ല. പലതിനോടും അങ്ങനെ പണ്ടത്തായിരുന്നു നന്നായിരുന്നു, അതായിരുന്നു നന്നായിരുന്നു, പഴയ കാലം തന്നെ പിടിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? പുതിയ ആശയങ്ങൾ സ്വീകരിക്കാൻ തയ്യാറല്ല, പഴയതിനോട് കൂടുതൽ ഇഷ്ടം, വല്ലാണ്ട് നെസ്റ്റാൾജിയെ കൊണ്ട് നടക്കുക, അതിൽ ദുഃഖിക്കുക. മനസ്സിലാണോ? അപ്പോ 1 മിനിറ്റ് ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങളെ അങ്ങ് റിമൂവ് ചെയ്യാം, അപ്പൊ പിന്നെ പ്രശ്നം തീർന്നല്ലോ. ഓക്കെ, 1 മിനിറ്റ്. Who is that? ആരാണ് അൺമ്യൂട്ട് ചെയ്ത് കിടക്കുന്നത്? ബി വെരി കെയർഫുൾ. ഇനി നിങ്ങൾ മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ റിമൂവലാണ്. ഇതൊരു ക്ലാസ് റൂമാണ്, സീരിയസ് ആയിട്ട് എന്ത് എടുക്കുക. താങ്ക് യു. നെക്സ്റ്റ് എന്താണ്? ജലദോഷം. ജലദോഷം വരുന്നത് ഒരേ സമയത്ത് തന്നെ ഒരുപാട് വിഷമിക്കുന്ന സംഗതികൾ ഉണ്ടാവുക, മാനസികമായിട്ടുള്ള ആശയക്കുഴപ്പമുണ്ടാവുക, ചെറിയ വേദനകൾ വല്ലാണ്ട് അനുഭവിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും? ജലദോഷം ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. സ്ട്രെസ്സാണത്. അത് ഹീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ കാര്യത്തിന് ഒരു അലർജി പോലെ. എന്ത് വേണ്ടി? മാഗിയെ വേണ്ടി, പപ്പു വേണ്ടി, പോയേട്ടൻ വേണ്ടി.
ഓക്കെ. ഡിപ്രഷൻ, ഡയബറ്റീസ്. ഡയബറ്റീസ് എന്താണെന്ന് വെച്ചാൽ ഡയബറ്റിക് ആകുന്നത് എന്താണ്? പ്രമേഹം അല്ലേ? അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ചാൽ അങ്ങനെയായിരുന്നെങ്കിൽ എന്നുള്ള സങ്കടം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാർ. ലൈഫിൽ ഒരു മധുരമില്ല, ആഗ്രഹിച്ച ജീവിതം ലഭിച്ചില്ല. ജീവിത മധുരം നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സംഗതി. ആഗ്രഹിച്ച ജീവിതം ലഭിച്ചില്ല, ആഗ്രഹിച്ച പാർട്ണറെ കിട്ടിയില്ല. അപ്പം നിങ്ങൾക്ക് ഡയബറ്റിക് ആണെന്നുണ്ടെങ്കിൽ ആനന്ദമില്ലാത്തത് കൊണ്ടാണ്, സന്തോഷമില്ല ജീവിതത്തിൽ. മനസ്സിലായോ? എന്തുകൊണ്ടാണ്? അപ്പൊ എന്തെങ്കിലും സന്തോഷം ഉണ്ടാക്കിയെടുക്കും. ഡിസിനസ്, ഇടയ്ക്കിടയ്ക്ക് തലക്കർ, എപ്പിലെപ്സി, അപസ്മാരം, പീഡനബോധം. അതായത് പലപ്പോഴും എന്തെങ്കിലും പീഡിപ്പിക്കപ്പെട്ട എന്താ പറയുക, ശാരീരികമായിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപസ്മാരം ഉണ്ടാകും. കഷ്ടപ്പാട് അനുഭവിക്കുക, സ്വയം ഉപദ്രവിക്കുന്ന പ്രശ്നം. അല്ലാണ്ട് കഷ്ടപ്പാട് തന്നെ, ലൈഫിൽ എപ്പോഴും കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണ് ഇത്തരത്തിൽ അപസ്മാര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. കണ്ണിന്റെ അസുഖങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾ കാണുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ട് നടക്കും. കാണുന്നതെല്ലാം നെഗറ്റീവാണ്, അതുകൊണ്ടാണ് കണ്ണിന് അസുഖങ്ങൾ കൂടുതലുണ്ടാകും. ബോധക്ഷയം, ഇടയ്ക്കിടയ്ക്ക് ബോധക്ഷയം ഉണ്ടാവുന്നത്, ബോധം പോകുന്നത്. ഭയം നേരിടാൻ ഉള്ള കപ്പാസിറ്റി നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് വല്ലാണ്ട് പേടിയാണ്, എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്നുള്ള പേടിയുള്ളതാണ് ചിന്തിച്ചു. അമിതവണ്ണം ഉണ്ടാവുന്നത്, ഭാരം കൂടുന്നത്. പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യാത്ത കുട്ടികൾക്കാണെന്ന് വെച്ചാൽ അവർ ഓവർ സെൻസിറ്റീവ് ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഓവറായിട്ട് അമിതഭാരം ഉണ്ടാവുന്നത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മനസ്സിലാവണ്ടോ? ഉള്ളിൽ എന്താ വെച്ചാൽ ഇപ്പൊ പനിയൊക്കെ ഇടക്കിടക്ക് വരുന്ന ആൾക്കാരുണ്ട്. ഇവർക്ക് എന്താ വെച്ചാൽ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യം കൊണ്ട് നടക്കുക, കത്തിയെരിയുന്ന ദേഷ്യം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും? ഗ്യാസിന്റെ പെയിൻ ഉണ്ടാവുന്നു അല്ലേ? ഗ്യാസിന്റെ പെയിൻ ഉണ്ടാവും. ഒന്ന് പേടിയാണ്, എന്താണ് ആ കാര്യങ്ങൾ സംഭവിക്കുക എന്നുള്ളത് അറിയില്ല, അനിശ്ചിതത്വം, ഭയം ഉള്ളിലുണ്ട്. എന്താണ് സംഭവിക്കുക, ഫ്യൂച്ചറിനെ കുറിച്ച് അൺസർട്ടൈനിറ്റി ഫീൽ ചെയ്യുക, സേഫ്റ്റി ഫീൽ ചെയ്യാതിരിക്കുക. മനസ്സിലാവുണ്ടോ? ഭയം നീണ്ടു നിൽക്കുന്നത്. ഗ്രേ ഹെയർ ഉണ്ടാകുന്നതിന്റെ കാര്യം, സമ്മർദ്ദം, അതിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ആൾക്കാർ. തലവേദന, മൈഗ്രെയിൻ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, സ്വയം ഞാൻ പോരാ എന്ന തിങ്കിങ് ഉള്ളിൽ കൊണ്ടു നടക്കുന്നത്, സ്വയം വിമർശിക്കുന്ന ആൾക്കാർ. മറ്റു പലരൊക്കെ കുറ്റപ്പെടുത്തിയിട്ട്, ഭാര്യയും ഭർത്താവ് കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ മക്കളെ കുറ്റപ്പെടുത്തിയിട്ടോ മാതാപിതാക്കൾ കുറ്റപ്പെടുത്തി സ്വന്തം വാല്യൂ ഇല്ലാന്ന് തോന്നുന്നു. ഊരവേദന, മുന്നോട്ട് പോകാനുള്ള ഭയം ഉള്ള ആൾക്കാർക്ക് ഊരവേദന ഉണ്ടാവും. മുന്നോട്ട് ഇനി എന്ത് ചെയ്യണം, അപ്പൊ ഇത് മതി, ഇത്ര മതി, ഇങ്ങനെ മതി എന്ന് ചിന്തിക്കും. മുന്നേക്ക് റിസ്ക് എടുക്കാൻ താല്പര്യം. അങ്ങനെ കുറേ അസുഖങ്ങളുണ്ട്, അതിനൊക്കെ കാരണങ്ങളുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഡെപ്തിൽ പഠിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ EFT എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. EFTയിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? EFT നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, EFT ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി എന്ത് ചെയ്യും? ബാലൻസ്ഡ് ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിലേക്ക് റിസൾട്ട് കിട്ടും. അപ്പൊ ANSൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ചാൽ ANSനെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഇൻഫ്ലുവൻസ് ചെയ്യും. ANS എന്താ? ഓട്ടോണമിക് നെർവസ് സിസ്റ്റം. അപ്പൊ നമ്മുടെ ബോഡിലി ഫങ്ഷൻസിനെ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? ANS ആണ്. നമ്മുടെ ഹൃദയപിടിപ്പ്, ഡൈജഷൻ, സ്ട്രെസ് റെസ്പോൺസ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിൽ എന്തുണ്ടോ അത് വെച്ചിട്ട് ANS കൺട്രോൾ ചെയ്യപ്പെടും. ANS എന്താണ്? 2 തരത്തിലുണ്ട്. ഒന്ന് സിമ്പതറ്റിക്, മറ്റത് പാരാസിമ്പതറ്റിക്. പാരാസിമ്പതറ്റിക് ആണ് റിലാക്സിങ് സാധനം. എന്നാൽ സിമ്പതറ്റിക് എപ്പോഴൊക്കെ ആക്ടിവേറ്റഡ് ആയ അപ്പോഴൊക്കെ. സബ് കോൺഷ്യസ് മൈൻഡ് ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ ബോഡിയിൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിൽ ഇങ്ങനെ ഒരു സ്ട്രെസ്, ടെൻഷനും വിഷമങ്ങളൊക്കെ ഹീൽ ചെയ്യപ്പെടാതെ കിടക്കുന്നുണ്ടെങ്കിൽ, പഴയത്, സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? സ്ട്രെസ്സും ആങ്സൈറ്റി എപ്പോഴും ഉണ്ടാവും. നമ്മുടെ ബോഡി ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് എന്ത് ചെയ്യും? പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം വരുന്നത് എവിടുന്നാ? ചെറുപ്പകാലത്ത് നമുക്ക് നെഗറ്റീവായിട്ടുള്ള സബ് കോൺഷ്യസ് ബിലീഫുകൾ കുറെ കിട്ടിയിരുന്നു, അതിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മുടെ വോളണ്ടറി മസിൽസ് ഉണ്ട്, ഇൻവോളണ്ടറി മസിൽസ് ഉണ്ട്. വോളണ്ടറി മസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തില് പേശികളോട് ചേർന്ന് നിൽക്കുന്ന മസിൽസാണ്. ആ മസിൽസ് എല്ലാം ടെൻഷൻ ആവും. അപ്പൊ അവിടെയാണ് ഈ മസിലിന് പിടുത്തം, പെയിന്, ആ പെയിന്, ജോയിന്റ് പെയിൻ, അവിടെ പെയിൻ, ഇവിടെ പെയിൻ, ഇതൊക്കെ അതിങ്ങനെ ടൈറ്റ് ആവും.
ഇൻവോളണ്ടറി മസിൽസ് എന്താ സംഭവിക്കുക? ഇൻവോളണ്ടറി മസിൽസ് എന്ന് പറഞ്ഞാൽ ആന്തരിക അവയവങ്ങളാണ്. ഓരോ അവയവങ്ങൾ, അത് നമ്മുടെ ഹൃദയം ആയിക്കോട്ടെ, സംഗതികളായിക്കോട്ടെ, ശ്വാസകോശം ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ആന്തരിക ദഹന പ്രക്രിയക്ക് സഹായിക്കുന്നു. ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടല്ല ഈ അവയവങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ഈ കൈകളെ നമുക്ക് കൺട്രോൾ ചെയ്യാം, എന്തെടുക്കണം എന്തെടുക്കണ്ട എന്നൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം. പക്ഷെ ഹൃദയത്തിന്റെ പ്രവർത്തനം, മറ്റുള്ള ആന്തരിക അവയവം നമുക്ക് കൺട്രോൾ ഇല്ല. അതുകൊണ്ടാണ് ഇതിനെ ഇൻവോളണ്ടറി മസിൽസ് എന്ന് പറയുന്നത്. ഇതിനെയൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? ബാധിക്കാൻ തുടങ്ങും നമ്മൾ സ്ട്രെസ്സിലായി കഴിയും. അപ്പോ ഇവിടെ ഈ മസിൽസുകളിലൊക്കെ ടെൻഷൻ ഉണ്ടാക്കുന്നത്, എല്ലാ മസിൽസിലും അത് ടെൻഷൻ ഉണ്ടാക്കും. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് അതെന്താ ചെയ്യേണ്ടത്? നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം? ഇതിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡുകൾ നോക്കണം. ആ ഹീൽ ചെയ്യാനുള്ള മെത്തേഡ് നമുക്കൊരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് വരുന്നത് ഒരു മാസത്തെ 30 ഡേയ്സ് 40 ഡേയ്സിന്റെ ഒരു കോഴ്സാണ്. 10 ദിവസം നമ്മൾ ഇന്റൻസീവ് ആയിട്ടുള്ള ഓൺലൈനിൽ ട്രെയിനിങ് തരും. ഈ ട്രെയിനിങ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ എല്ലാ ഇഷ്യൂസും മാറ്റിയെടുക്കാം. എൻ്റെ 20 വർഷമായിട്ടുണ്ടായിരുന്ന ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ഗ്യാസിന്റെ പ്രശ്നം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി? 40 മിനിറ്റ് ഇരുന്ന് ടാപ്പ് ചെയ്തു. ടാപ്പിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് EFT എന്ന് പറയുന്നത്. EFT എന്ന് പറയുന്നത് എന്താണ്? അക്യുപങ്ക്ചർ എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതിൽ നിന്നൊക്കെ ഒരു കണക്ഷൻ ഉള്ള, അല്ലെങ്കിൽ വേർതിരിഞ്ഞ് വന്നിട്ടുള്ള ഒരു പുതിയ മെത്തേഡ്. സൂചിയോ കാര്യങ്ങളോ സംഗതികളോ ഒന്നും വേണ്ട. അക്യുപങ്ക്ചറിലോ സൂചിയൊക്കെ ഉപയോഗിക്കും, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ശരീരത്തില് നെർവ് എൻഡിങ്സ് ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ നെർവ് എൻഡിങ്സ്, ഈ നെർവ് എൻഡിങ്സിൽ നമ്മൾ ടാപ്പ് ചെയ്യും. മെറിഡിയൻ പോയിന്റ്സ് എന്ന് വിളിക്കും, എനർജി പോയിന്റ്സ് എന്ന് വിളിക്കും, മർമ്മം എന്ന് വിളിക്കും. അപ്പൊ അങ്ങനെയുള്ള ചില ആ സ്ഥലങ്ങളിൽ നമ്മൾ ടാപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ ശരീരത്തിലുള്ള ട്രോമാസ്, പഴയകാല മെമ്മറീസ് എന്ത് ചെയ്യും? ഹീൽ ചെയ്ത് കളയാണ് ചെയ്യും. അത് ഹീൽ ചെയ്ത് കളയാൻ ഈ ടാപ്പിംഗ് ഉപയോഗിക്കാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ ചില പ്രത്യേക രീതിയിലുള്ള വാക്കുകൾ, നമ്മുടെ ആ ട്രോമക്ക് കാരണമായിട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാവും. ആ ട്രോമ സംഭവിച്ച സമയത്ത് നിങ്ങളുടെ മനസ്സിനുള്ളിലൂടെ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. ആ ഫീലിങ്ങിനെ നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഫീലിംഗ് അങ്ങ് കട്ട് ചെയ്യണം, അതിന്റെ ഇമോഷൻ അങ്ങ് കട്ട് ചെയ്യണം. അതങ്ങ് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ അതിൽ നിന്ന് ഫ്രീ ആകും. അതാണ് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. ഈ ഇമോഷനാണ് എല്ലാ വേദനയും കൊണ്ടുതരുന്നത്, അല്ലെ? നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർത്ത് വെക്കുന്ന ഏതായിരിക്കും? സന്തോഷമുള്ള കുറെ നിമിഷങ്ങളുണ്ട്, വിഷമിക്കുന്ന കുറെ നിമിഷങ്ങളുണ്ട്. ഇതിനിടയിലുള്ള ഒരു ആവറേജ് പ്രത്യേക സന്തോഷ വിഷമമൊന്നും ഇല്ലാത്ത കാര്യങ്ങളൊന്നും അധികം നിങ്ങളുടെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് വരില്ല. നിങ്ങളുടെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് വരും ഏറ്റവും നല്ല സന്തോഷിച്ച കാര്യങ്ങളും, ഏറ്റവും നല്ല രസകരമായിട്ട് ഉള്ള അങ്ങനത്തെ കാര്യങ്ങളും, അതേപോലെ തന്നെ ഏറ്റവും ദുഃഖവും വിഷമവും തന്നിട്ടുള്ള കാര്യങ്ങളും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളുടെ സ്ട്രെസ് ബോഡിയിലേക്ക് വരുന്നത് എല്ലാ ട്രോമ ഇവന്റുകളോടും, വേദനിപ്പിക്കുന്ന ഇവന്റുകളോടൊക്കെ അതിനെ വേദനിപ്പിക്കാൻ കാരണമായിട്ടുള്ള ഒരു ഇമോഷൻ ഉണ്ട്. ആ ഇമോഷനെ നമ്മൾ ടാപ്പ് ചെയ്തിട്ട് ഹീൽ ചെയ്ത് എടുത്ത് കളയാൻ കഴിയും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു സാമ്പിളോടെ ഞാൻ ചെയ്തുതരാം. ആർ യു റെഡി? റെഡിയാണോ? ഡു യു വാണ്ട് ദാറ്റ്? ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്തുതരാം. ഇഫ് യു ആർ എക്സൈറ്റഡ്, ഐ ക്യാൻ ഗിവ് യു. നിങ്ങളുടെ ബോഡി ഇന്നിപ്പം കുറെ വർക്ക് ചെയ്തതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പല ട്രിഗറിങ്ങും നടന്നിട്ടുണ്ടോ നിങ്ങളുടെ ബോഡിയിൽ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളിപ്പോൾ എങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ വളരെ റിലാക്സ്ഡ് ആണോ? നിങ്ങൾ റിലാക്സ്ഡ് ആണോ? നിങ്ങളിപ്പോൾ ഓക്കെയാണ്, പക്ഷെ നിങ്ങൾ ഭയങ്കര റിലാക്സ്ഡ് കാമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ആണോ? അല്ല, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരു സ്ട്രെസ് ചിലപ്പോൾ ഉണ്ടാവാം, അല്ലേ? അധികം ആൾക്കാർക്ക് ഉണ്ടാവും. ചിലപ്പോൾ സ്ട്രെസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം. എല്ലാവരും വീഡിയോയിൽ വരിക. പ്ലീസ് ബി ഇൻ വീഡിയോ. ഓക്കെ, ഈ ഒരു സെഷൻ നമുക്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരും വീഡിയോയിൽ വരിക. ഓക്കെ, നിങ്ങൾ എനിക്കൊന്ന് കാണുന്നത് നല്ലതാണ്. എന്നിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് ശരിക്കും ആഴത്തിൽ പഠിക്കാനുണ്ട്. നമ്മുടെ ഈ ഒരു കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും പഠിക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങളുടെ പാസ്റ്റ് ട്രോമാസ് എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. ഈ ടാപ്പ് ചെയ്യുന്നതിന്റെ കൂടെ ഞാൻ പറയുന്ന വാക്കുകൾ ഇങ്ങനെ പറയണേ, ജസ്റ്റ് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു എൻ്റെ ഒരു മാനസികാവസ്ഥയുണ്ട്, ശരീരത്തിൽ നിൽക്കുന്ന അവസ്ഥയുണ്ട്. എൻ്റെ ശരീരവും എൻ്റെ മനസ്സും ഇപ്പൊ നിൽക്കുന്ന ഈ ഒരവസ്ഥ എന്ത് തന്നെയാണെങ്കിലും പറയാം, എൻ്റെ കൂടെ പറയാം, എന്ത് തന്നെയാണെങ്കിലും ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഇവിടെ കേട്ടോ, ഇവിടെയല്ല,
ഇവിടെ ഈ കരാട്ടെ ചോപ്പ് നമ്പർ ഈ ഭാഗം. നിഷ ഈ ഭാഗം. അങ്ങനെ അങ്ങനെ ഇങ്ങനെ ടാപ്പ്. ഇങ്ങനെയല്ല, ഇങ്ങനെ. കാണുന്നില്ലേ? ഈ ഭാഗം ഇങ്ങനെയായിരുന്നു. ഓക്കെ, ടാപ്പ് ചെയ്യാം. ഞാൻ ഈ ഒരു ഇപ്പൊ അനുഭവിക്കുന്ന എന്ത് വിഷമാണെങ്കിലും സ്ട്രെസ് ആണെങ്കിലും എൻ്റെ ബോഡിയിൽ ചിലപ്പോൾ ഞാൻ അറിയുന്ന സ്ട്രെസ് ഉണ്ടാവാം, അറിയാത്ത സ്ട്രെസ് ഉണ്ടാവാം. എന്തുണ്ടെങ്കിൽ പോലും ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഐ ലവ് മൈസെൽഫ്. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. എനിക്ക് പല അസുഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതിൽ പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതെന്ത് തന്നെയാണെങ്കിലും അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ എന്നെ സ്നേഹിക്കും, ഞാൻ എന്നെ അംഗീകരിക്കും. ടോപ്പ് ഓഫ് ദ ഹെഡിൽ ടാപ്പ് ചെയ്യും. ഇവിടെ ഇവിടെ കേട്ടോ, തലയിൽ ഇങ്ങനെ ടാപ്പ് ചെയ്തു. ജസ്റ്റ് കൈകൾ ഇങ്ങനെ ഉപയോഗിക്കാം. ജസ്റ്റ് സൈഡിൽ, തലയുടെ സൈഡ്, സെൻറ്ററിലേക്ക് വേണ്ട, സൈഡിലേക്ക്. ഓക്കെ, എനിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ പോലും എൻ്റെ ബോഡി റിലാക്സ് ചെയ്യാൻ ഞാൻ അനുവദിക്കും. റിലീസ് ആൻഡ് റിലാക്സ്. ഇനി ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ ഐബ്രോ പോയിന്റ് റിലീസ്, റിലാക്സ്. എന്താ റിലീസ് ചെയ്യുന്ന? ടെൻഷൻസും വിഷമങ്ങളും, എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ റിലീസ് ചെയ്യും. റിലീസ്, റിലീസ്. അടുത്തത് കണ്ണിന്റെ സൈഡ്, കണ്ണിന്റെ സൈഡിലായിട്ട് കേട്ടോ, പുരികത്തിന്റെ അപ്പുറത്തായിട്ട് കണ്ണിന്റെ സൈഡിൽ 2 വിരലുകൾ ഉപയോഗിക്കുക. ജസ്റ്റ് ടാപ്പ് ചെയ്യാം. I am relaxing. Relax. Relax. I am relaxed. I allow my body to relax. I relax ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നു. റിലീസ്. റിലീസ് എന്ന് പറഞ്ഞാൽ ടെൻഷനിൽ നിന്ന് എന്തൊക്കെ ബോഡി ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ റിലീസ് ചെയ്യും. റിലീസ്. അണ്ടർ ദ ഐസ് കേട്ടോ. ഇനി അണ്ടർ ദ ഐസ്, കണ്ണുകൾക്ക് താഴെ. കണ്ണുകൾക്ക് താഴോട്ട് എല്ലില്ലേ, അയലില്ലേ. റിലീസ്. ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യാമല്ലേ. ആൻഡ് റിലാക്സ്. റിലീസ്. എന്താണോ വിഷമമുള്ളത് ഉള്ളിലുള്ളത് ശരീരത്തിന്, നമുക്കറിയില്ല എന്താണെങ്കിലും അത് റിലീസ് ചെയ്യാൻ, വിട്ടുകളയാൻ ഞാൻ അനുവദിക്കുന്നു. ആൻഡ് റിലാക്സ്. അടുത്തത് ഇവിടെ ചുണ്ടിന് താഴെ. എൻ്റെ ഈ വിഷമം ഞാൻ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. സോ ഐ ചൂസ് ടു ലെറ്റ് ഗോ. ലെറ്റ് ഗോ ചെയ്യും. ഞാൻ വിട്ടുകളയും. അടുത്ത് ലിപ്സിന് താഴെ. എനിക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം എന്നിൽ നിന്ന് വിട്ടുകളയാൻ ഞാൻ അനുവദിക്കും. ഹീലിംഗ്. ഞാൻ ഹീൽ ചെയ്യപ്പെട്ടുണ്ട്. ചുണ്ടിന് താഴെ കേട്ടോ. മെല്ലെ ഇങ്ങനെ ഒറ്റ വിരൽ ഉപയോഗിച്ചിട്ടാണ്. നെക്സ്റ്റ് കോളർ ബോൺ. എല്ലാ വിരലുകളും എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കോളർ ബോൺ ഇവിടെ നെഞ്ചിന് താഴെ ഇട്ട്, ഇവിടെ ഒരു നെറ്റൽ ഇതുണ്ടാവും, എല്ലുണ്ടാവും, കോളർ ബോൺ എന്ന് പറയും. കോളറിന്റെ തൊട്ട് അവിടെ, അതിന് തൊട്ട് താഴെ ഇട്ട് റിലീസ്. കോളർ ബോണിന്റെ മുകളിലല്ല, അതിന് താഴെ കേട്ടോ, നെഞ്ചിലേക്ക്. നിഷ കുറച്ചുകൂടെ നെഞ്ചിലേക്ക്, നിഷ കുറച്ചുകൂടെ താഴ്ത്തിയിട്ട് കേട്ടോ. റിലീസ്. റിലാക്സ്. റിലീസ് ആൻഡ് റിലാക്സ്. ഐ ആം ഹീലിംഗ്. ഞാൻ ഹീൽ ചെയ്യപ്പെട്ടുണ്ട്. എൻ്റെ എല്ലാ വിഷമങ്ങളും ടെൻഷനും എന്നെ വിട്ടു പോകും. ഞാൻ സേഫാണ്. ഐ ആം സേഫ്. ഞാൻ വളരെ സേഫാണ്. ഐ ലവ് മൈസെൽഫ്. എന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇനി പതിയെ ജസ്റ്റ് എന്ത് ചെയ്യുക, കൈകൾ ജസ്റ്റ് കൈ ഒന്ന് പൊക്കി പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം കൈയിന് കക്ഷത്തിലല്ല, കക്ഷത്തിന്റെ തൊട്ട് താഴെ കേട്ടോ. റിലീസ് ആൻഡ് റിലാക്സ്. ഓപ്പോസിറ്റ് സൈഡ് തൊട്ട് താഴെ. റിലീസ് ആൻഡ് റിലാക്സ്. എൻ്റെ അസുഖങ്ങളെല്ലാം മാറാൻ ഞാൻ അനുവദിക്കും. ഐ ആം ഹീലിംഗ്. ഓക്കെ, പതിയെ വീണ്ടും ഇവിടെ ടാപ്പ് ചെയ്യാം. കൈകൾ തുടങ്ങിയില്ല നമ്മൾ. ഞാൻ സേഫാണ്. ഐ എം സേഫ്. ഐ എം കാം. ഞാൻ വളരെ കാമാണ്. ഐ ലവ് മൈസെൽഫ്. ഐ അക്സെപ്റ്റ് മൈസെൽഫ്. ഐ ഫർഗീവ് മൈസെൽഫ് കംപ്ലീറ്റ്ലി, ജെനുവിൻലി, സിൻസിയർലി. സത്യസന്ധമായും അഗാധമായും ആത്മാർത്ഥമായും ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ എന്നോട് അംഗീകരിക്കും. ഞാൻ എന്നെ. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് ടാപ്പ് ചെയ്തു. ആൻഡ് ഹൗ ഈസ് യുവർ ഫീലിംഗ്? എന്നോട് എന്ത് ചെയ്യുക, ഫീലിംഗ് എന്ന് പറഞ്ഞു നിർത്തിക്കോളൂ. കൈകളൊന്ന് കൂട്ടിത്തരുമ്പോൾ നിർത്തുക.
How do you feel? How do you feel now? എന്താണ് ഫീൽ ചെയ്യുന്നത്? What is your feeling? എന്തെങ്കിലും ഫീലിംഗ് ഉണ്ടോ? നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ഒരു ആശ്വാസം. ഓക്കെ, കാമായി, റിലാക്സ്ഡ് ആയി, ഫീലിംഗ് ഗുഡ്, നത്തിങ്. വിയോ പറയുന്നു നത്തിങ്, ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, ശരി, ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ദാറ്റ്സ് ഓക്കെ. ഒരു വെയിറ്റ് ലോസ് ആയ പോലെ, ഒന്ന് ഭാരം കുറഞ്ഞ പോലെ, റിലാക്സ്ഡ് ആയ പോലെ. അപ്പൊ ഒന്നും ഫീൽ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല കേട്ടോ. ഇത്രയും ആൾക്കാർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫീൽ ചെയ്യാത്തതാണ് നിങ്ങൾ പറഞ്ഞത്, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ നിങ്ങളുടെ ബോഡി അത് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ അവയർനെസ്സിലാണ് അത് കിട്ടാത്തത്. യെസ്. വേറെ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യും. ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, ഒന്ന് കമന്റ് ചെയ്യും. പറയൂ. മടി കാണിക്കല്ലേ. ഫ്രഷ് എയർ ആയ പോലെ. ഓക്കെ, ഫ്രഷ് എയർ ആയ പോലെ. വെരി ഗുഡ്. ഇതിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഈ ടാപ്പ് ചെയ്ത പോയിന്റ്സുകളെല്ലാം ജസ്റ്റ് ഒരു ടാപ്പിംഗ് മെത്തേഡാണ്. ഇതല്ല കേട്ടോ നമ്മൾ കോഴ്സിൽ പഠിപ്പിക്കുന്നത് വേറെ സ്പെസിഫിക് മെത്തേഡുകൾ തന്നെയാണ്. വെൽ എനർജറ്റിക്, ഭയങ്കര എനർജി കൂടിയതുപോലെ ഫീൽ ചെയ്യും. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമ്മുടെ പ്രോബ്ലം എന്താണോ ആ പ്രോബ്ലം എടുത്തിട്ട് നമ്മൾ ഇത് ടാപ്പ് ചെയ്യും. നമ്മളിപ്പോൾ പ്രോബ്ലം ഒന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് നമ്മൾ ജനറലി പറഞ്ഞിട്ടുള്ളൂ. നമ്മളുടെ പ്രോബ്ലത്തിന്, നമ്മൾ അസുഖത്തിന്റെ പ്രധാനപ്പെട്ട മൂല കാരണം നമ്മൾ കണ്ടെത്തും. നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. എന്നിട്ട് ക്വസ്റ്റ്യൻസ്, സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അതിന്റെ മൂല കാരണം നമ്മൾ കണ്ടെത്തിയിട്ട് അതിന്റെ ട്രോമ എന്താണോ, ഏത് പ്രായത്തിലാണോ നിങ്ങൾക്ക് ആ ട്രോമ ഉണ്ടായത്, എവിടുന്ന് മുതലാണോ അത് നിങ്ങളുടെ ബോഡി അതിനൊരു ഫിയർ ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയത്, അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി സ്ട്രെസ് ആവാൻ തുടങ്ങിയത്, ആ സമയത്തിലേക്കും പ്രായത്തിലേക്കും തെറാപ്പിയിലൂടെ നമ്മൾ കടന്നുപോയിട്ട് ആ പ്രോബ്ലം മാത്രം എടുത്തിട്ട് അത് സ്പെസിഫിക്കലി ഹീൽ ചെയ്തിട്ട് ക്ലിയർ ചെയ്തിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതിന്റെ ഇന്റൻസിറ്റി ഉണ്ടാവും. അതിന്റെ ഒരു ഇന്റൻസിറ്റി നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടാവും. ആ ഇന്റൻസിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ശരിക്കും ക്ലിയർ ചെയ്ത് തന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങളുടെ ആ ഇഷ്യൂവിൽ നിന്ന് ആ പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്യും, ക്ലിയർ ചെയ്യും. പുതിയൊരു മെമ്മറി അവിടെ ക്രിയേറ്റ് ചെയ്ത് തരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ആ അസുഖം പിന്നീട് നിൽക്കുന്നുണ്ടാവില്ല. എനിക്ക് എന്നെ ഞാനിത് EFT ഇതേപോലെ എന്താ വെച്ചാൽ എൻ്റെ EFT ഫസ്റ്റ് എക്സ്പീരിയൻസ് ഞാൻ ചെയ്തപ്പം എനിക്ക് ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന മെയിൻ പ്രശ്നം, ഞാൻ EFT പഠിക്കാൻ തന്നെ കാരണത, ഇപ്പൊ പഠിപ്പിക്കാനും കാരണത, 20 വർഷമായിട്ട് ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ഉപ്പാക്ക് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അസിഡിറ്റി പ്രശ്നം ഉണ്ടായിരുന്നു. ഉപ്പ കഴിച്ചിട്ടുണ്ടെന്ന് ഗുളിക എന്ന് പറയുന്നത് ഒമി എന്ന് പറഞ്ഞിട്ടുള്ള ഗുളിക. അതേ ഗുളികയാണ് ആ ഉപ്പ കഴിക്കുന്ന ഗുളിക എടുത്തിട്ട് ഇടയ്ക്ക് കഴിക്കും. കാരണം എൻ്റെ പ്രശ്നം എന്താ, ചെറുപ്പത്തില് എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കാൻ വൈകിയാൽ ഉടനെ പെയിൻ വരും. ഇതൊരു വിശ്വാസമായി മാറിയിട്ടുണ്ട്, മനസ്സിലാവുന്നുണ്ട്, പാറ്റേൺ ആയി മാറിയിട്ടുണ്ട്. അപ്പം ആക്ച്വലി എൻ്റെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഗ്യാസ് വരും എന്ന വിശ്വാസം ഞാൻ കട്ട് ചെയ്തു. കാരണം ആ വിശ്വാസം അത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ അതിന്റെ മൂല കാരണമായിട്ടുള്ള പെയിൻ ഉണ്ട്, അത് റിമൂവ് ചെയ്തു. ഈ വിശ്വാസവും കട്ട് ചെയ്തു. അതായത് ബിലീഫിന് അതിന്റെ ഒരു പാറ്റേൺ ആയി മാറിയിരുന്നു. എപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇരുന്നാലും എനിക്ക് ഗ്യാസ്. ഇപ്പൊ എനിക്ക് കഴിഞ്ഞ വർഷങ്ങളായിട്ട് എനിക്കിപ്പോ എന്തില്ല, ഈ ഒരു ഹീലിംഗ് നടന്നതിന് ശേഷം ഇത്രയും കാലമായിട്ട്, ഈ 20 വർഷമായിട്ട് എൻ്റെ ലൈഫിൽ ബുദ്ധിമുട്ടായി ഉണ്ടായിരുന്ന സംഗതി എനിക്കിപ്പോൾ അത് പ്രശ്നം, അസുഖമല്ല. 40 മിനിറ്റാണ് അതിന് ടൈമിംഗ് തെറാപ്പിക്ക് ഇരുന്നത്. 2 കാര്യങ്ങളാണ് ചെയ്തത്. ഒന്ന്, ഈ ഒരു വിശ്വാസമാണ് എൻ്റെ പ്രശ്നം. എൻ്റെ ബോഡി അത് വിശ്വസിച്ചിരുന്നു, ഞാൻ വിശ്വസിച്ചിരുന്നു, എൻ്റെ ബോഡി അത് വിശ്വസിച്ചു, എൻ്റെ എല്ലാ സെല്ലുകളും വിശ്വസിച്ചിരുന്നു. എന്ത്, ഞാൻ ഭക്ഷണം വൈകി കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാണ്, ഗ്യാസ് വരും, പെയിന് വരും. ഇപ്പൊ എനിക്ക് ആ വിശ്വാസമില്ല. എനിക്ക് എന്ത് ഭക്ഷണം ഏത് നേരത്തും കഴിക്കാം, നോ ഇഷ്യൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതേപോലെ അലർജി ഉണ്ടോ? പൊടി തട്ടിയ പ്രശ്നമാണ്. ഇത് പൊടിയല്ല പ്രശ്നം, ആ ബിലീഫാണ് പ്രശ്നം. ആ ബിലീഫ് അവിടെ ഉണ്ട് ഉള്ളിൽ, പൊടി തട്ടിയ പ്രശ്നമാണെന്ന ബിലീഫ്. അതും മാത്രമല്ല, വേറൊരു ട്രോമയും കൂടെ കിടക്കുന്നുണ്ട്. ആ ട്രോമ അതിലേക്ക് കണക്റ്റഡ് ആണ്. അപ്പൊ ആ ട്രോമ നമ്മൾ എന്ത് ചെയ്യണം, ഹീൽ ചെയ്യണം. നമ്മളുടെ ഇന്നർ ബോഡിയിൽ കിടക്കുന്ന ഒരു ഇന്റേണൽ ഡയലോഗ് ഉണ്ട്.
ആ ഇന്റേണൽ ഡയലോഗ് കറക്റ്റ് ചെയ്യണം. അപ്പൊ എന്റെ ഹീലിങ്ങിന് പ്രശ്നം ഉണ്ടായിരുന്നത് എന്ന് വെച്ചാൽ എനിക്ക് 2 പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് ഒരു ഒന്നെന്താ വിശ്വാസമാണ്. വൈകി ഭക്ഷണം കഴിച്ചാൽ, ഈ വൈകി വന്ന ഭക്ഷണം കഴിച്ചാൽ അസുഖം വരും എന്നുള്ള ഈ വൈകി ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന എനിക്ക് ഇഷ്ടമില്ലാത്ത ആ ഒരു ഇമേജ്, നെഗറ്റീവ് ഇമേജ് എന്നെ കുറിച്ച് കരാൻ, അതായത് ഈ വിശ്വാസം ഇതൊക്കെ വരാനുള്ള കാരണം ചെറുപ്പത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ട്രോമയാണ്. ആ ട്രോമ എന്താ വെച്ചാൽ ചെറുപ്പത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ എല്ലാ വിരലുകളും വായിലേക്ക് കൊണ്ടുവരുന്നു. ഇങ്ങനെയാണ് കഴിച്ചിട്ടുള്ളത്. അപ്പൊ എന്റെ സിബ്ലിങ്സ് എന്നെ കളിയാക്കും, പരിഹരിക്കും. സഹോദരങ്ങളൊക്കെ ഇങ്ങനെ കളിയാക്കും. കുഞ്ഞുകുട്ടികളാണ്. നീ എന്താ ഇങ്ങനെ കഴിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കളിയും. അപ്പൊ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഇരിക്കാൻ താല്പര്യമില്ല. അപ്പൊ ഞാൻ വൈകി ഭക്ഷണം കഴിക്കുള്ളൂ. ഇവരുടെ കൂടെ ഇരിക്കാൻ കഴിയില്ല. കാരണം ഞാൻ അറിയാതെ ഇങ്ങനെ കഴിച്ചു. അപ്പൊ ഇവരെന്നെ കളിയാക്കും. അവൻ പിന്നെയും കഴിച്ചു, അവൻ പിന്നെയും കഴിച്ചു. അപ്പൊ എനിക്ക് എപ്പോഴും അതൊരു സ്ട്രെസ് ആയിരുന്നു ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കുന്നത്, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി. ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാതെ നിൽക്കും. വിളിച്ചാലും ചെല്ലൂലും, അല്ലെങ്കിൽ കളിക്കാൻ പോവുക, അങ്ങനെയുള്ള സംഗതികളൊക്കെ ആയിട്ട് അതൊരു പേടിയായിരുന്നു, എസ്കേപ്പിസ്റ്റ് ആയിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിനോട് എനിക്ക് താല്പര്യം പോയി. അപ്പൊ സ്വാഭാവികമായിട്ട് ഭക്ഷണം കറക്റ്റായിട്ട് കഴിക്കുന്നില്ല, നേരത്തിന് കഴിക്കുന്നില്ല. അപ്പൊ ഇതിനെ വെച്ചിട്ട് പിന്നെയും വീട്ടിൽ സംസാരം ഉണ്ടായി. നേരത്തിന് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അസുഖം വരും, ഗ്യാസ് വരും, പ്രശ്നം വരും, ബുദ്ധിമുട്ട് വരും. ഇത് എന്റെ ബിലീഫായി മാറി. നേരത്തിന് ഭക്ഷണം, പിന്നെ ചെറിയ കുട്ടിയാണല്ലോ, പേടിച്ചു. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഒരിക്കൽ വയറുവേദന വന്നു. ഉടനെ ഡയലോഗ് അടിച്ചു. എന്തോ കാര്യത്തിൽ വയറുവേദന വന്നാണ്. അപ്പൊ ഡയലോഗ് അടിച്ചു. അത് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടാണ്, ഭക്ഷണം വൈകി കഴിച്ചുകൊണ്ടാണ്. നീ ഭക്ഷണം കഴിച്ചില്ലല്ലോ, ഭക്ഷണം വൈകി കഴിച്ചില്ലോ, അതുകൊണ്ടാണ്. ഇതൊരു വിശ്വാസമായി. പലതവണ ഇത് കേട്ട് ഇത് വിശ്വാസമായി മാറി. ഞാൻ എന്ത് ചെയ്തു, ഹീലിംഗ് ചെയ്ത സമയത്ത് EFT മെത്തേഡ് വെച്ചിട്ട് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ഹീലിംഗ് ചെയ്തപ്പോൾ ആദ്യം ബ്രേക്ക് ചെയ്തത് ഈ ഒരു ഡയലോഗ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്തത്, ടാപ്പിംഗിൽ പറയാൻ വേണ്ടി ചില വാക്കുകളുണ്ട്. അതിനു മുൻപ് ട്രോമയിലേക്ക് പോയി, ചെറുപ്പകാലത്ത് ആ ഇൻസിഡന്റിലേക്ക് പോയി. എന്നിട്ട് അത് ക്ലിയർ ചെയ്തിട്ട് ടൈം ട്രാവൽ ചെയ്യുന്നവർ അത് ക്ലിയർ ചെയ്തിട്ട് എന്ത് ചെയ്യും, അവരായിട്ടുള്ള അവിടെ ഒരു സേഫ് സ്പേസ്, ആ മെമ്മറി ശരിക്കും ഡിലീറ്റ് ചെയ്ത് കളയും. അതിലുള്ള ഇമോഷൻ ഉണ്ട്, അത് കട്ട് ചെയ്ത് കളയും. നമുക്ക് ടാപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഗുണം ഇമോഷൻസ് കട്ട് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു ഇമോഷൻ ഉണ്ട്, ഒരു എക്സാമ്പിൾ ഇപ്പോൾ പറയാണ്. ഓക്കെ നിങ്ങളൊരു വാട്ടർ ബോട്ടിൽ, സങ്കല്പിക്കത്തെ ഒരു വാട്ടർ ബോട്ടിലാന്ന് വെച്ചു. ഓക്കെ, ഒരു വലിയൊരു വാട്ടർ ബോട്ടിലാന്ന് വെച്ചു. ജസ്റ്റ് ഇമാജിൻ, ഇതിപ്പോ ചെറുതാണ്. പക്ഷെ ആ വാട്ടർ ബോട്ടിൽ എന്തുണ്ടാവും, ഇതുപോലെ ഒരു ടാപ്പ് ഉണ്ടാവും, അടപ്പുണ്ടാവും അല്ലേ, അടപ്പുണ്ടാവും. അപ്പൊ നമുക്ക് ആ വലിയൊരു വാട്ടർ ബോട്ടിൽ ഇമാജിൻ ചെയ്യാൻ കയ്യിൽ 1 ലിറ്ററിന്റെ, ഓക്കെ, നല്ല വെയിറ്റ് ഉണ്ട്. അതിന് മുകളിൽ ചെറിയൊരു അടപ്പുണ്ട്. ഈ ചെറിയ അടപ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ഓർമ്മയാണ്. പക്ഷെ വലിയ ബോട്ടിൽ, വാട്ടർ ബോട്ടിലെ വലിയ ബോട്ടിലിന്റെ ഭാഗം, അതിൽ വെള്ളം നല്ല ഭാരമായിരിക്കുമല്ലോ. അതിൽ ടോപ്പിന് ഭാരം ഉണ്ടാവില്ല, ആ മൂടിക്ക് ഭാരം ഉണ്ടാവില്ല. എന്നാൽ ആ അടപ്പിന് ഭാരം ഉണ്ടാവില്ല, ഇതിന് വലിയ ഭാരമായിരിക്കും, നല്ല വെള്ളമുണ്ട്. നമ്മൾ ഈ അടപ്പിൽ നിന്ന് ഈ വെള്ളത്തെ ഇങ്ങോട്ട് മാറ്റിയാൽ പിന്നെ ആകെ അടപ്പല്ലേ ഉള്ളൂ. ഇതിന് തുല്യമാണ് EFT എന്ന് പറയുന്നത്. ഈ ഒരു ബോട്ടിലിനെ അല്ലെങ്കിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ചാൽ ആ ഇമോഷൻസ് ആണ്, നമ്മൾ അനുഭവിച്ച വേദനയുമായി ബന്ധപ്പെട്ടുള്ള ഇമോഷൻ. അത് വലിയ പെയിൻ ആണ് അല്ലേ. ഇപ്പൊ ചില ആൾക്കാർക്ക് എന്തെങ്കിലും ആ ഓർമ്മയല്ല പ്രശ്നം, അത് ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമോഷൻസ് ഉണ്ട്, അതാണ് പ്രശ്നം. അല്ലേ, ആളാലിക്കുമ്പോഴേക്കും ദേഷ്യം. അപ്പൊ അതുകൊണ്ട് പലതും ഓർക്കാൻ താല്പര്യമില്ല, അതൊക്കെ മറന്നു വരികയാണ്. നീ ഓർമ്മിപ്പിക്കില്ലേ, എനിക്ക് താങ്ങാൻ കഴിയില്ല, എനിക്ക് അതിന്റെ സങ്കടം, ബുദ്ധിമുട്ട്, പെയിൻ, എന്നെ ചതിച്ചു, എന്നെ വഞ്ചിച്ചു, അങ്ങനെ പലതും, എന്നോട് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. ആ ഒരു ഇമോഷനാണ്. നമ്മൾ എന്താ ചോദിച്ചാൽ ടാപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകത വെച്ചാൽ ഇമോഷൻ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും, പെട്ടെന്ന് അങ്ങ് ഇല്ലാണ്ടായി. ആ പ്രശ്നം എടുത്തിട്ട് ടാപ്പ് ചെയ്യും. അപ്പൊ അത് ഇല്ലാണ്ടായി പോകുന്നു മാത്രമല്ല, നമ്മൾ റീഫ്രെയിമിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ ആ സമയത്തുണ്ടായിരുന്ന ഇമോഷൻസിനുണ്ടായിരുന്ന അതിനും ബേസ് ചെയ്തുകൊണ്ട്, നമുക്ക് ഇമോഷൻസ് ഫീൽ ചെയ്ത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, ചില ബിലീഫുകൾ ഉണ്ടാക്കിയിട്ട്. ആ ബിലീഫുകളാണ് നമ്മുടെ പാറ്റേൺസ്. ഫോർ എക്സാമ്പിൾ, വൈകി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് അസുഖം വരും എന്ന ഒരു ബിലീഫ് ഉണ്ടായിരുന്നു. അതിനെയും കൂടെ കട്ട് ചെയ്തതിന് പകരം ഇറ്റ്സ് ഓക്കെ, ഭക്ഷണം എപ്പോൾ വേണമെങ്കിലും കഴിച്ചാലും കുഴപ്പമില്ല എന്നൊരു ബിലീഫിലേക്ക്, ഒരു വിശ്വാസത്തിലേക്ക് വരികയാണ്. നമ്മളിത് ഇമോഷൻ ഓട്ടോമാറ്റിക്കലി കട്ടാവുന്നതോട് കൂടി തന്നെ പിന്നെ നമ്മുടെ ലൈഫിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാണ്. വൈകി ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, ഗ്യാസിന്റെ വരുന്നില്ല. ഇനി വൈകി ഭക്ഷണം കഴിക്കണം എന്നില്ല, ഉച്ചക്ക് ഒരു 2 മണിയായി 3 മണിയായി അപ്പം വരും പെയിന്. മനസ്സിലാകുന്നുണ്ടോ? കാരണം 3 മണിക്ക് പെയിന് വന്ന് ശീലമായിട്ടുണ്ട്. അപ്പൊ 3 മണിക്ക് പെയിന് ഒരു ബയോ ക്ലോക്ക് വർക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ ബോഡിക്ക് ഒരു മെമ്മറി ഉണ്ട്, സെല്ലുലാർ മെമ്മറി എന്ന് പറയും. എന്ത് കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ബോഡിയിൽ ഓർത്ത് വെക്കും. റിപ്പീറ്റഡ് ആയിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ബോഡി ആ ടൈം ആവുമ്പോൾ നമ്മൾ ഓർമ്മിപ്പിക്കും. അതാണ് ചില ആൾക്കാർക്ക് വൈകുന്നേരം 5 മണിയാകുമ്പോൾ 4 മണിയാകുമ്പോൾ ചായ കിട്ടണം,
വീട്ടിൽ അവർക്ക് അസുഖം, ആ ഒരു ബോഡി ആ ടൈം എന്ത് ചെയ്യണം, ചായ കൊടുക്കും, ചായ ആഗ്രഹിക്കുന്നു. അങ്ങനെ നമുക്ക് പല കാര്യങ്ങളും പൊടി തട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. നിങ്ങൾ എന്താ വേണ്ടത്, നമ്മുടെ കോഴ്സിലേക്ക് വരിക. ആ കോഴ്സിലേക്ക് വന്നത് ക്ലിയർ ചെയ്യാൻ താല്പര്യമുണ്ടോ? എത്ര പേർക്ക് താല്പര്യമുണ്ട്? എത്ര പേർക്ക് നിങ്ങളുടെ അസുഖങ്ങൾ മാറ്റണം, ഗ്യാസിന്റെ പ്രശ്നം മാറ്റണം, അല്ലെങ്കിൽ മറ്റുള്ള അസുഖങ്ങൾ മാറ്റണം? എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഗ്യാസിന്റെ പ്രശ്നങ്ങൾ മാറ്റണം, അസുഖങ്ങൾ മാറ്റണം, അല്ലെങ്കിൽ നിങ്ങളുടെ അലർജി മാറ്റണം. ഇത്രയും കാലം മെഡിസിനും പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്ത് നടക്കുക. ഈ അസുഖങ്ങളൊക്കെ മാറണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കോഴ്സിലേക്ക് വരണം. അപ്പൊ കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അസുഖങ്ങളെല്ലാം കംപ്ലീറ്റ്ലി മാറി എന്താ, നിങ്ങൾ ഫുള്ളി ഹാപ്പി ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് മാറും. മനസ്സിലാകുന്നുണ്ട്? അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് തിരിച്ചറിയണം എങ്ങനെയാണ് അത് മാറ്റിയെടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്കത് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുക. അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ജസ്റ്റ് മീ എന്ന് കമന്റ് ചെയ്യുക. താല്പര്യമുള്ള ആൾക്കാരൊക്കെ മീ എന്ന് കമന്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് അസുഖങ്ങൾ മാറ്റണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ട്, മീ എന്ന് കമന്റ് ചെയ്തോളൂ. ജസ്റ്റ് കമന്റ് ഓൺ മീ. ഞാൻ കുറച്ച് നിങ്ങൾക്ക് എന്താ വെച്ചാൽ കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം. നമ്മളുടെയൊക്കെ ലൈക്ക് നമ്മുടെ കോഴ്സിൽ വന്നിട്ടുള്ള ആൾക്കാർ, അവരുടെ അസുഖങ്ങൾ മാറിയത്, അവരുടെ പ്രയാസങ്ങൾ മാറിയത്, അവരുടെ എക്സ്പീരിയൻസുകൾ അവർ പറയുന്നുണ്ട്, പല ആൾക്കാർ. അപ്പൊ അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് പെയിൻ ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് ആദ്യം വേണം. മനസ്സിലാണോ? അത് മാറ്റിയെടുക്കാൻ പറ്റും എന്നൊരു പ്രതീക്ഷ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ കൊടുക്കുക. അത് കൊടുക്കാൻ തയ്യാറുള്ള ആൾക്കാർക്ക് സൊല്യൂഷനും, അത് കൊടുക്കാൻ തയ്യാറുള്ള ആൾക്കാർക്ക് എന്തുണ്ട്, സൊല്യൂഷൻ ഉണ്ട്. ഇവിടെ സൊല്യൂഷൻ അവൈലബിൾ ആണ്. പക്ഷെ അത് പല ആൾക്കാരും എന്ത് ചെയ്യില്ല, അത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യില്ല, ഉപയോഗിക്കില്ല. പ്രോപ്പറായിട്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യില്ല, ആൾക്കാർ ഉപയോഗിക്കില്ല. അപ്പൊ നിങ്ങളുടെ എന്ത് അസുഖമാണ്, എന്ത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ പറ്റും എന്ന റിയാലിറ്റി തിരിച്ചറിയും. അപ്പൊ ഇന്ന് ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാമിലേക്ക് വരാം. അതിന്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ട്. പ്രോഗ്രാം നടക്കുന്ന ഡേറ്റ് ഒന്ന് പറയിക്കാമോ ടീം മെമ്പേഴ്സ്? അടുത്ത ബാച്ച് എപ്പോഴാണ് ഒന്ന് പറയാമോ? 26-ാം തീയതി ജൂണിനാണ്, ജൂൺ 26, അടുത്ത ഈ വരുന്ന മാസം. ഇനി കുറേ ദിവസങ്ങളുണ്ട്. 30 days ആണ് സെഷൻ. മെന്റർ സപ്പോർട്ട് ആണ്, EFT ലൈഫ് മാസ്റ്ററി കോഴ്സ് ആണ്. കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യും, നമ്പറിലേക്ക് വിളിക്കാം. നിങ്ങളുടെ നമ്പർ താഴെ കൊടുത്തോളൂ. ഇത് മാറണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, ഇതിനെക്കുറിച്ച് എല്ലാം അറിയണം എന്ന് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് വരാം. അതിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അതിൽ എന്താ ചെയ്യുന്നത്, നിങ്ങളുടെ അസുഖം മാറുമെന്ന് പറയാനുള്ള ഗ്യാരണ്ടി എന്ന് വെച്ചാൽ 40 ദിവസത്തെ പരിപാടിയാണ്, 40 ദിവസത്തെ പ്രോഗ്രാമാണ്. അതിൽ ഫസ്റ്റ് 10 days ഓൺലൈനിൽ ക്ലാസ്സസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻഡിവിജ്വലി നിങ്ങളുടെ എല്ലാ ഇഷ്യൂസും ട്രോമാസും ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, 1-to-1 സെഷൻ തരും. ഈ 1-to-1 സെഷൻ നിങ്ങൾക്കൊരു തെറാപ്പിസ്റ്റിനെ തരും, ഹീലറെ തന്നിട്ട് അവർ നിങ്ങളെ കൊണ്ട് ഹീൽ ചെയ്യിപ്പിച്ച് നിങ്ങളുടെ ഇഷ്യൂസ് എന്തെങ്കിലും ക്ലിയർ ചെയ്യും. അങ്ങനെ ഫുള്ളി നിങ്ങൾ ക്ലിയർ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ എല്ലാ അസുഖങ്ങളും മാറി കാമായിട്ട് ക്വയറ്റായിട്ട് പ്രൊഡക്റ്റീവായിട്ട് മാറി. ഇതിൽ അസുഖങ്ങൾ മാത്രം മാറുകയല്ല കേട്ടോ ചെയ്യാം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉഷാറാവും, നിങ്ങളുടെ പണം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൈകാര്യം ചെയ്യാൻ പറ്റും. വലിയ രീതിയിലേക്കുള്ള ലൈഫിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ഇറ്റ്സ് ഓൾ ഗ്യാരണ്ടി. നിങ്ങൾ എന്ത് ചെയ്യാൻ വരിക കേട്ടോ. നമ്മുടെ ടീം മെമ്പേഴ്സ് ആരെങ്കിലും ഓൾറെഡി അറ്റൻഡ് ചെയ്തിട്ടുള്ള നമ്മുടെ സ്റ്റുഡൻസ് തന്നെ പലരും ഇവിടെ ഉണ്ടാകാം. ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും അസുഖങ്ങൾ മാറിയിട്ടുള്ള പല ആൾക്കാരും ഇവിടെ ഉണ്ടാകാം. ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വരെ നിങ്ങളുടെ സ്റ്റോറി നിങ്ങൾ ഷെയർ ചെയ്യുക. ഇസ് ദർ എനി ഓക്കെ. അപ്പൊ നിങ്ങൾക്കൊരു ഗൈഡിനെ എന്തായാലും തിരിച്ചു തരും കേട്ടോ അജു. നിങ്ങൾക്കൊരു ഗൈഡിനെ എന്തായാലും കിട്ടും. വ്യായാമം ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിന് വ്യായാമം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അസുഖങ്ങൾ മാറാൻ. നോ ഇഷ്യൂ. അസുഖങ്ങൾ മാറാൻ വ്യായാമം ചെയ്യേണ്ട ആവശ്യമില്ല. വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഇനി സഹായിക്കും. അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും അസുഖവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ സാർ? തീർച്ചയായിട്ടും ബന്ധമുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല, ബന്ധമുണ്ട്. പക്ഷേ അധികവും നിങ്ങളുടെ സ്ട്രെസ്സാണ് പ്രശ്നം. ആ സ്ട്രെസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധിക പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ഫീസ് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഫീസ് വരുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ആക്ച്വൽ ഫീ ഉണ്ട്. ആക്ച്വൽ ഫീ എന്ന് പറയുന്നത് 12,000 rupees ആണ്. പക്ഷേ ഇന്നിവിടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രോഗ്രാമിന് ഡിസ്കൗണ്ട് ഉണ്ട്. നിങ്ങൾ ആ ഡിസ്കൗണ്ട് ഓഫർ എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പം തന്നെ ബുക്ക് ചെയ്ത് വെക്കും. അതിന് നിങ്ങളുടെ നമ്പർ ഇവിടെ താഴെ കൊടുക്കുക. എന്നിട്ട് ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെറിയൊരു പേയ്മെന്റ് അടച്ചിട്ട് ഒരു 1,000 rupees 2,000 rupees അടച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, സീറ്റ് ബുക്ക് ചെയ്ത് വെക്കുക.
ഓക്കെ, ഷഫീഖ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഷഫീഖ്, ഇന്നത്തെ വിഷയം എന്തായാലും കംപ്ലീറ്റ്ലി ഹെൽത്തിനെ കുറിച്ചാണ്, അവിടെ ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല. ഓക്കെ, അപ്പം സോഷ്യൽ സ്കിൽസും സെൽഫ് ലവും കോൺഫിഡൻസും തമ്മിൽ ബന്ധമുണ്ട്, തീർച്ചയായിട്ടും ബന്ധമുണ്ട്. നിങ്ങളുടെ ട്രോമ ഉള്ളത് കൊണ്ടാണ് പല സോഷ്യൽ സ്കിൽസും നിങ്ങൾക്ക് പുറത്തെടുക്കാൻ കഴിയാറ്, നിങ്ങളുടെ കോൺഫിഡൻസ് പുറത്തെടുക്കാൻ കഴിയാറ്. അപ്പോൾ നല്ല ബന്ധമുണ്ട്. ട്രോമാസ് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ലൈഫ് തന്നെ കംപ്ലീറ്റ്ലി തിരിച്ചു പിടിക്കാൻ പറ്റും, ഹാപ്പി ആയിട്ട് ഉഷാറായിട്ട് ജീവിക്കാൻ പറ്റും. ഹെൽത്ത് ഇഷ്യൂസ് മാത്രം മാറില്ല ചെയ്യുക, ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. കരിയർ ഉഷാറാവും, സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഉയരാൻ പറ്റും, വലിയ രീതിയിലേക്ക് നിങ്ങൾക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. അലർജിയൊക്കെ മാറും, തീർച്ചയായിട്ടും അലർജിയൊക്കെ മാറും. എത്രയോ ആൾക്കാരുടെ അലർജി മാറിയിട്ടുണ്ട്, എത്രയോ ആൾക്കാരുടെ ഗ്യാസിന്റെ പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ട്. മനസ്സിലാകും. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഇഷ്യൂ ഉള്ളത് അത് ക്ലിയർ ചെയ്യാന്നുള്ളത്. ഓൺലൈനാണ് ക്ലാസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇരുന്നിട്ട് എന്തെങ്കിലും കേൾക്കാം. ലൈവായിട്ട് കേൾക്കാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് കേൾക്കാം. ഓക്കെ, പിന്നെ 1-to-1 സെഷൻ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഡേറ്റ് നോക്കിയിട്ട് പ്ലാൻ ചെയ്തിട്ട് ഓരോ ഹീലേഴ്സിനെ അസൈൻ ചെയ്തിട്ട് ഇത് ക്ലിയർ ചെയ്ത് അപ്പൊ പാസ്റ്റിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ഉള്ള സെല്ലുലാർ മെമ്മറീസിനെല്ലാം ക്ലിയർ ചെയ്യുക, ഡിലീറ്റ് ചെയ്ത് കളയാം. അതിന്റെ ഇമോഷൻസ് എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കളയാം. ആ ഇമോഷൻസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം പാരാസിമ്പത്തറ്റിക് ലെവലിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും, വളരെ കാമായിരിക്കും, ഓക്കെ ആയിരിക്കും, നിങ്ങൾക്ക് റിലാക്സ്ഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങൾ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എന്തായാലും എന്ത് ചെയ്യാൻ വരിക. ആർക്കൊക്കെ താല്പര്യമുണ്ട്, എത്ര പേർക്ക് താല്പര്യമുണ്ടെന്ന് കമന്റ് ചെയ്തേ, കമന്റ് ആവും. എത്ര പേർക്ക് താല്പര്യമുണ്ട്? നിങ്ങളുടെ അസുഖങ്ങൾ മാറണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? ആരോഗ്യ പ്രശ്നങ്ങൾ മാറണം, സാമ്പത്തിക പ്രശ്നങ്ങൾ മാറണം, ബിസിനസ് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറണം, എന്ത് തന്നെയാണെങ്കിലും നമുക്ക് പോസിബിൾ ആണ്. നിങ്ങൾ എന്തായാലും ഇതെന്ത് ചെയ്യുക, കാരണം നിങ്ങളുടെ പല ടെൻഷൻസും പല സ്ട്രെസ്സും നിങ്ങൾ ഇപ്പോൾ ചെയ്ത കാര്യങ്ങളിൽ നിന്ന് മാത്രം ഉണ്ടായതല്ല, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടും നിങ്ങളുടെ എനർജി കൊണ്ടും നിങ്ങൾ അട്രാക്ട് ചെയ്തതാണ്. ആ അട്രാക്ട് ചെയ്തതിനെ നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ്ലി തിരിച്ചു പിടിക്കാം. നിങ്ങൾക്കൊരു അബണ്ടന്റ് ലൈഫ് എന്ത് ചെയ്യുക, തിരിച്ചെടുക്കാം. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, നിങ്ങളുടെ നമ്പർ ഇവിടെ താഴെ ഇടുക, നമ്മുടെ ടീം മെമ്പേഴ്സ് നിങ്ങൾ വിളിക്കും. ഓക്കെ, നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ പറ്റും, ഗ്യാരണ്ടീഡ് ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ പൈസ നമ്മൾ തിരിച്ചു നൽകും, നോ ഡൗട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കോഴ്സിലേക്ക് എന്ത് ചെയ്യുക, വരിക, നിങ്ങളുടെ ഇഷ്യൂസ് ക്ലിയർ ചെയ്യുക. 15 വർഷമായിട്ട് കോച്ചിങ് ഇൻഡസ്ട്രിയിൽ ഞാനുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഗ്യാരണ്ടീഡ് ആയിട്ട് പറയാൻ പറ്റും, ഐ ക്യാൻ ക്രിയേറ്റ് റിസൾട്ട്സ് ഫോർ യു. ഞാൻ മാത്രം ചെയ്യുന്നതല്ല, വി ആർ എ ടീം. നമ്മളൊരു ഏകദേശം 10-20ഓളം ആൾക്കാരടങ്ങുന്ന 20-30 ആൾക്കാരുള്ള ഒരു വലിയ ടീമാണ്. ആ ടീമിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് പ്രോപ്പർലി നമ്മൾ എന്താ വെച്ചാൽ 40 ദിവസം നിങ്ങളെ അങ്ങ് ടേക്ക് കെയർ ചെയ്യും. എന്നിട്ട് അതിൽ 10 days to 12 days, അതായത് 10 days നിങ്ങൾക്ക് ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഉണ്ട്. ആ ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ്ങിന് ശേഷം അതിന് കൂടെ തന്നെ 10-30 ദിവസത്തെ ഹീലിംഗ് ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ നമ്പർ താഴെയുള്ള നമ്മുടെ നമ്പർ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു കോഴ്സ് ഫീ ഞാൻ പറഞ്ഞല്ല, ഡിസ്കൗണ്ട് ഉണ്ട്. ആ ഡിസ്കൗണ്ടഡ് പ്രൈസ് നമ്മുടെ ടീം മെമ്പേഴ്സ് കൂടെ കൊടുക്കും. ഡിസ്കൗണ്ടഡ് പ്രൈസ് എത്രയാണ്? യെസ് ഗിരിജ മാം, താങ്ക് യു സോ മച്ച്, കൺഗ്രാറ്റുലേഷൻ, യു ടുക്ക് ദ റൈറ്റ് ഡിസിഷൻ. നമ്മുടെ അസുഖങ്ങളുടെ ഒക്കെ കാരണം നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. ആ ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ആക്കാം. അത് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ മുട്ടുവേദന, കാൽവേദന പ്രശ്നങ്ങൾ, കാര്യങ്ങളൊക്കെ നമുക്ക് മാറും. എല്ലാ അസുഖങ്ങളുടെയും മൂല കാരണം നമുക്ക് കണ്ടെത്തിയിട്ട് ക്ലിയർ ആക്കാൻ പറ്റും. ഗിരിജ മാം, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. താല്പര്യമുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, കമന്റ് ഇട്ടോളൂ. അൻസിൽ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓഫർ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടെ അവൈലബിൾ ആണ്. ഈ പറഞ്ഞതുപോലെ ഓഫർ എത്രയാണെന്ന് കമന്റ് ചെയ്യാവോ ടീം മെമ്പേഴ്സ്? നമ്മുടെ ഇന്നിവിടെ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് ഒന്ന് കമന്റ് ചെയ്യാവോ ആരെങ്കിലും? പ്ലീസ് ഡു ഇറ്റ്. നമ്മുടെ ഇവിടെ കേൾക്കുന്ന ആൾക്കാർക്കൊന്നും എന്ത് ചെയ്യുന്നത്, കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, 1 minute. ഇവിടെ 2 പേര് കമന്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതല്ലല്ലോ. ആക്ച്വൽ ഓഫർ എന്താണ്? 9,500 ആണ്. വെരി ഗുഡ്. ഓക്കെ, യാ, 9,500 ആണ്, 10,000 അല്ല ഫെബിന, 9,500 ആണ്. 500 രൂപ കൂടെ ഇന്നത്തെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. ഓക്കെ, 12,000 rupees ആണ് നമ്മുടെ കോഴ്സിന്റെ ഫീ വരുന്നത്. 9,500 ആണ് നിങ്ങൾക്ക് ആ കോഴ്സ് ഇന്നത്തെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് കേട്ടോ. ഇന്ന് പങ്കെടുക്കുന്ന ആൾക്കാർക്ക് മാത്രമുള്ളതാണ്. ഇപ്പൊ ബുക്ക് ചെയ്യണം. അതിന് ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, 1,000 rupeesോ 2,000 rupeesോ അടച്ചിട്ട് എന്ത് ചെയ്യാം, ബുക്ക് ചെയ്യാം. അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ബാക്കി പേയ്മെന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കോഴ്സ് തുടങ്ങുന്ന സമയത്തോട് അകം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അടച്ചു തീർത്താൽ മതി, കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പായിട്ട്. ഓക്കെ, 26 ദിവസമുണ്ട്. സോറി, 26 ദിവസമല്ല, ഇനി ഏകദേശം 16 ദിവസമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 26-ാം തീയതിയാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോഴ്സിലേക്ക് വരിക, നിങ്ങളുടെ ലൈഫ് എന്ത് ചെയ്യുക, കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യുക. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂസ് മാത്രമല്ല മാറുക, അസുഖങ്ങൾ മാറും, നിങ്ങളുടെ കുടുംബജീവിതം നന്നാകും, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ രീതി മാറും, നിങ്ങളുടെ ദേഷ്യം കുറയും, വാശി കുറയും, വഴക്ക് കൂടുന്ന സ്വഭാവം കുറയും,
സങ്കടപ്പെടുന്ന ദേഷ്യം ബുദ്ധിമുട്ടുകൾ പോകും. നിങ്ങൾ ബ്രേക്കപ്പോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആരെങ്കിലും നഷ്ടപ്പെടുന്ന ദുഃഖത്തിലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മറികടക്കും. ഫുൾ എനർജിയിലേക്ക് തിരിച്ചു വരും. ഭയങ്കര പവർഫുൾ ആയിട്ട് ആക്റ്റീവ് ആകും. നിങ്ങൾ കംപ്ലീറ്റ് ഫോക്കസിലേക്ക് തിരിച്ചു വരും. നിങ്ങൾ സ്പിരിച്വലി അലൈൻഡ് ആകും. ആത്മീയപരമായിട്ട് നന്നായിട്ട് ദൈവത്തിലേക്ക് അടുക്കും. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ലൈഫ് എന്താ വെച്ചാൽ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളായിട്ട് മാറും. നിങ്ങളുടെ ലൈഫിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ കാണാൻ തുടങ്ങും. നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് മാത്രം കാണുന്ന, അത് മാത്രം സംസാരിക്കുന്ന, അത് മാത്രം കേൾക്കുന്ന, അത് മാത്രം പ്രവർത്തിക്കുന്ന, അതിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് ജീവിക്കുന്ന നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറും. നിങ്ങളുടെ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും നല്ല ഹാപ്പി ആയിട്ട് ഉഷാറായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ആരോഗ്യാവസ്ഥ സ്ട്രോങ് ആയിട്ട് മാറും. സെൽഫ് ഡിസിപ്ലിൻ വർദ്ധിക്കും. വിൽ പവർ വർദ്ധിക്കും. നിങ്ങളുടെ ഇൻഡ്യൂഷൻ, നിങ്ങൾ കണ്ടതിന്റെ പിന്നാലെ ഇങ്ങനെ പോകുന്ന ചാടിയുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ മാറി ഫോക്കസ്ഡ് ആയിട്ട് ഗോൾ ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യും. നിങ്ങളുടെ ഗോളിലേക്ക് നിങ്ങൾ വർക്ക് ചെയ്യും. നിങ്ങളുടെ ഗോളുകൾ അച്ചീവ് ചെയ്യും, മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യും. ലോ ഓഫ് അട്രാക്ഷൻ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾക്ക് വേണ്ട വ്യക്തികൾ, നിങ്ങൾക്ക് വേണ്ട സാഹചര്യങ്ങൾ, നിങ്ങൾക്ക് വേണ്ട സംഗതികളെല്ലാം നിങ്ങൾക്ക് ഇങ്ങോട്ട് സംഭവിക്കുന്ന അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകും. വളരെ മിറാക്കിൾസ് പോലെ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഒരുപാട് ബെനഫിറ്റ്സ് അതിലുണ്ട്. ദിസ് ഇസ് എ ടോട്ടൽ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, 2 നമ്പർ ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ളവരും കൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ പേഴ്സണലി എനിക്ക് നമ്പർ അയച്ചവരുണ്ട്. ഓക്കെ, വെരി ഗുഡ്. നമ്പർ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, നമ്പർ കൊടുക്കുക, നമ്മുടെ ടീം മെമ്പേഴ്സിനെ കോൺടാക്ട് ചെയ്യുക, വിളിക്കുക, സംസാരിക്കുക, നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഈ ഒരു ഓഫർ നിങ്ങൾക്ക് ഇന്ന് മാത്രമാണ് അവൈലബിൾ ആകുന്നത്. അതുകൊണ്ട് നീ ഉപകാരപ്പെടുത്തുക. ഇന്ന് തന്നെ വിളിക്കുക. ഇന്ന് തന്നെ വിളിച്ചിട്ട് എന്ത് ചെയ്യുക, കുറഞ്ഞ സീറ്റ് നമ്മൾ ഒരുക്കുന്നുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി ആൾക്കാർ എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് വരാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, നമ്പർ കൊടുത്തോളൂ. ആയിഷ മാം, വെരി ഗുഡ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്, വെരി ഗുഡ്. ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ അവസരമൊക്കെ ഉണ്ടാകുമ്പോൾ പല ആൾക്കാരുടെ ഒരു പ്രശ്നമാണത്, ഓക്കെ ഞാൻ ഇത് ചെയ്യണോ, എനിക്ക് ക്യാഷ് പോകുമോ, എനിക്ക് എൻ്റെ അസുഖങ്ങൾ മാറുമോ. ഞാൻ പറഞ്ഞല്ലോ, ഐ എം ഗിവിംഗ് യു ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടി എന്താ വെച്ചാൽ മണി ബാക്ക് ഗ്യാരണ്ടിയാണ്. നിങ്ങളുടെ അസുഖങ്ങൾ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്കൊരു ബെനിഫിറ്റ് കിട്ടാത്ത ഒരു വരുമാനമോ കാര്യങ്ങളോ നമുക്ക് ചെയ്യാൻ താല്പര്യമില്ല. പിന്നെ ഞങ്ങൾക്കൊരു വിഷൻ ഉണ്ട്. ആ വിഷൻ എന്താ വെച്ചാൽ വിഷൻ ആൻഡ് മിഷൻ എന്ന് പറയുന്നത് 1000 ഹീലേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു വീട്ടിൽ ഒരു ഹീൽഡ് ആയിട്ടുള്ള ഒരാളെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്ട്രെസ്സിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് എല്ലാ ട്രോമസിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് ഒരു ബെറ്റർ ലൈഫ് നയിക്കുന്ന ഒരാൾ ഒരു വീട്ടിൽ ഒരാളെങ്കിലും ഉണ്ടാകും. അങ്ങനെ കേരളത്തെ എന്താ പറയുക, വീണ്ടും ഒരു ഗോഡ്സ് ഓൺ കൺട്രിയാക്കി മാറ്റുക, ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റുക, നല്ല പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന, പോസിറ്റീവായിട്ട് ഹാപ്പിയായിട്ട് ജീവിക്കുന്ന, പ്രൊഡക്റ്റീവായിട്ട് ജീവിക്കുന്ന ആൾക്കാരാക്കി മാറ്റുക. ദിസ് ഈസ് അവർ മിഷൻ. ആ മിഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു രീതിയിലേക്ക്, ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ വരിക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഈ ഒരു EFT എന്ന് പറയുന്ന മെത്തേഡ് നിങ്ങൾ ശരിക്കും പഠിച്ചെടുക്കുക. EFT ഇരുന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ്. പഠിച്ചെടുത്താൽ നിങ്ങളുടെ ലൈഫ് ടൈമിൽ, അതായത് ഇറ്റ്സ് ലൈക്ക് ഒരു എന്താ പറയുക, ലോങ് ടേമിൽ നിങ്ങൾക്ക് എന്നെന്നും ഒരു വൺ ടൈം ടൂളാണ്. ഒരൊറ്റ പ്രാവശ്യം പഠിച്ചാൽ മതി, എന്നെന്നും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കൗൺസിലിങ്ങിന് പോകേണ്ട ആവശ്യമില്ല, മെഡിസിൻസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. യു ക്യാൻ ബി ഫ്രീ ഫ്രം യുവർ പെയിൻ ഫോർ എവർ. എപ്പോൾ പിന്നീട് എന്ത് ടെൻഷൻ വന്നാലും എന്ത് വിഷമം വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ടൂള് നിങ്ങളുടെ കയ്യിലുണ്ട്. എന്ത് ഇഷ്യൂസ് ഉണ്ട്, ഇത് പഠിച്ചവരൊക്കെ പറയുന്ന ഒരു കാര്യം അതാണ്. മനസ്സിലാവണ്ട? ജന്മനാലുള്ള തൈറോയിഡ് മാറുമോ, ഇത് ജന്മനാ ഉള്ളതാണെന്ന് നിങ്ങൾ പറയുന്നതാണ്. ആക്ച്വലി നമ്മൾ ഈ ഒരു ഹീലിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ഉള്ളത് ജന്മനാ ഉള്ള തൈറോയിഡ്. അപ്പോൾ ഇത് നിങ്ങൾ പലരും പറയുന്ന കേട്ടിട്ട് നമ്മളത് വിശ്വസിക്കും, അത് ജന്മനാ ഉള്ളതാണ്, അത് അങ്ങനെ. നമുക്ക് അറിയില്ല, ആക്ച്വലി നമ്മളുടെ ബോഡിയെ കുറിച്ച് നമുക്ക് അറിയില്ല. അപ്പൊ നമുക്കത് ടെസ്റ്റ് ചെയ്യാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്കിത് ജന്മനാ ഉള്ളതാണ്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മളെന്താ പറയാ, ഓക്കെ എനിക്ക് എൻ്റെ ഫാദറിനുണ്ട് അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റേഴ്സിന് വരും. ഇതുകൊണ്ട് മാത്രമല്ല, ഇതിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ജന്മനാ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ വരുന്നത്, DNA-യിൽ നിന്ന് കിട്ടിയതാണ്. അതായത് നിങ്ങളുടെ മാതാവിന്റെയോ അല്ലെങ്കിൽ പിതാവിന്റെയോ നമുക്ക് കിട്ടിയതാണ്. അങ്ങനെയാണ് എങ്കിൽ അവരനുഭവിച്ച ട്രോമയുടെ സ്വഭാവം, ആ ട്രോമയുടെ അതേ പാറ്റേൺ ആൻഡ് ട്രിഗറിങ് ക്യാരക്ടേഴ്സ് എന്തിനുണ്ട്, നിങ്ങളുടെ ജീനുണ്ട്. ഈ ജീനിൽ നമുക്ക് എന്താ വെച്ചാൽ ജനറേഷൻ, നമ്മൾ ഈ ഹീലിംഗ് ചെയ്യുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ ജനറേഷൻ ലെവലിലുള്ള ട്രോമാസ് വരെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ സംഗതികൾ വരെ മാറാൻ സാധ്യത. അപ്പൊ നിങ്ങൾക്ക് മാറുമോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം. ചില കേസിൽ എന്ന് വെച്ചാൽ പെട്ടെന്ന് മാറും, ചില കേസിൽ ഒരുപാട് ടൈം എടുക്കും. ചില കേസിൽ എന്താ സംഭവിക്കുന്നത്, അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺട്രോൾ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തും. എന്നാൽ കാലങ്ങളായിട്ട് ഞാൻ പറയുന്നതിൽ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പ്യൂർ അന്ധമായിട്ട് വിശ്വസിച്ചിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹീലിംഗിലേക്ക് നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മാറും. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാം, അതിലേക്ക് എന്ത് ചെയ്യാം,
ഗെറ്റ് ഹെൽത്ത് കുറഞ്ഞാൽ ബ്ലഡ് കുറയുമല്ലോ, ബ്ലഡ് കൂട്ടാനുള്ള ഫുഡ് പറയാമോ? മുത്തു. ഓക്കെ, നിങ്ങൾ, ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു, അല്ലെങ്കിൽ എന്താ പറയുക, ഗെറ്റ് ഹെൽത്ത് അല്ല നമ്മുടെ വിഷയം. കാരണം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബീട്രൂട്ട്. നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, കഴിക്കുക. നിങ്ങളുടെ ബ്ലഡിനെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്ന നല്ല രീതിയിലുള്ള സംഗതികളാണ്. ഓക്കെ, ഞാനിപ്പോൾ അത് വിഷയത്തിലേക്ക് വരുന്നില്ല, കാരണം അതൊരു നമ്മുടെ ടോപ്പിക് അല്ലാത്തത് കൊണ്ടാണ്. കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസും ചോദിച്ചോളൂ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വരാം, ഞാൻ എന്ത് ചെയ്യാം പറഞ്ഞുതരാം. അപ്പം ആയിഷ മാം കൺഗ്രാറ്റുലേഷൻ, ഗിരിജ മാം കൺഗ്രാറ്റുലേഷൻ, ഷാൻ കൺഗ്രാറ്റുലേഷൻ, പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് അയച്ചിട്ടുള്ള കബീർ കൺഗ്രാറ്റുലേഷൻ, വെരി ഗുഡ്, യു ടുക്ക് ദ റൈറ്റ് ഡിസിഷൻ, ലോട്ട് ഓഫ് പീപ്പിൾ ആർ ടേക്കിംഗ് ദ റൈറ്റ് ഡിസിഷൻ. എൻ്റെ ലൈഫിൽ 2011 ഞാൻ ഇതുപോലെ ഒരു അവസ്ഥ, ഒരു സമയത്ത് ഞാൻ നിന്ന സമയത്താണ് എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തത്. കാരണം നിങ്ങളെപ്പോലെ സ്റ്റുഡൻ്റ് ആയിരുന്നു ഒരു കോഴ്സിൽ. അന്ന് ഞാൻ പഠിച്ചത് മൈൻഡ് പവർ എന്ന് പറയുന്ന കോഴ്സാണ്. അങ്ങനെ ശരിക്കും എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ കാരണം അന്ന് ഞാൻ ഡിസിഷൻ എടുത്തു, എൻ്റെ ലൈഫ് ഈ കോഴ്സിൽ ഞാൻ ജോയിൻ ചെയ്യാൻ പോവാണ്, എങ്ങനെയെങ്കിലും ഞാൻ ക്യാഷ് കണ്ടെത്തും, എൻ്റെ ലൈഫ് മാറും. ആ തീരുമാനമാണ് എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തത്. ക്യാഷ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഏതൊരു കാര്യം ചെയ്യണം നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായിട്ട് നമ്മൾ തീരുമാനം എടുക്കില്ല. ചില സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യണം, അല്ലെ, നമ്മൾ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നേരെ ആ ഹോസ്പിറ്റലിലേക്ക് എന്ത് ചെയ്യും, പോകും. ശരിയാണ്. അവിടെ പേയ്മെന്റ് അടക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ ആ പേയ്മെന്റ് നമ്മൾ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മുടെ ലൈഫ് നമുക്ക് ഇതേപോലെ ഇത്രയും കാലം പണം നഷ്ടപ്പെട്ടു, ഇത്രയും കാലം എല്ലാം നഷ്ടപ്പെട്ടു, ഇത്രയും കാലം എല്ലാം സന്തോഷം നഷ്ടപ്പെട്ടു. ഇതിന് നിങ്ങൾ എന്ത് ചെയ്യണം, പണം കണ്ടെത്തുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ കണ്ടെത്തുക എന്ന് ഞാൻ പറയും. ഡു ഇറ്റ്, ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ് ലൈക്ക് എനിത്തിങ്, യു വിൽ ബി ഹാപ്പി. അങ്ങനെ അത്യാവശ്യമുള്ളവർ മാത്രം വന്നാൽ മതി, അല്ലാത്ത ഒരാളും വരണ്ട. ഉള്ളത് പറയാണ്. വെറുതെ ചുമ്മാ ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് നോക്കാനോ ചെയ്തു നോക്കാനോ പഠിക്കാനോ അതിന് വേണ്ടി എഫേർട്ട് ഇടാനോ തയ്യാറല്ലാത്ത, ഒന്ന് കേട്ട് നോക്കാം എന്നുള്ള രീതിയിലുള്ള ഒരാളും വരണ്ട. അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് താല്പര്യമില്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ, നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ, നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ, നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ കുടുംബ ബന്ധത്തിൽ പ്രശ്നമുണ്ടോ, നിങ്ങൾക്ക് വല്ലാണ്ട് ദേഷ്യമുണ്ടോ, അത് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ, നിങ്ങളുടെ ബന്ധങ്ങളെല്ലാം വഷളാവുന്നുണ്ടോ, നിങ്ങൾക്ക് വല്ലാണ്ട് ടെൻഷനും സ്ട്രെസ്സും വന്നിട്ട് നിങ്ങൾ ബോഡി എപ്പോഴും വീക്കാണോ, നിങ്ങൾക്ക് സ്ട്രെസ്സും ടെൻഷനും വന്നിട്ട് നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല, നിരന്തരം നിങ്ങൾ നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണോ, അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണോ, ഇങ്ങനെയുള്ള സീരിയസ് ആയിട്ട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വല്ല ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് എങ്കിൽ ഇതിലേതെങ്കിലും ബുദ്ധിമുട്ടാവാം, കം ടു ദ പ്രോഗ്രാം. അത്യാവശ്യമുള്ളവന് വഴിയുണ്ട്. അതല്ല കുഴപ്പമില്ല, ഞാനിങ്ങനെ പോയിക്കോളാം എന്നാണെന്നുണ്ടെങ്കിൽ കീപ്പ് ഓൺ ഗോയിങ് ലൈക്ക് ദാറ്റ്. കാര്യങ്ങളൊക്കെ കൂടുതൽ വഷളാകുമ്പോൾ വന്നാൽ മതി കേട്ടോ. കൈവിട്ട് പോകുന്ന സമയത്ത് വന്നാൽ മതി. ചില ആൾക്കാർ അങ്ങനെയുണ്ട്, കൈവിട്ട് വന്നിട്ട് എന്ത് ചെയ്യും, സാറേ ഇനി വേറെ വഴിയൊന്നുമില്ല സാറേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും. ഞാൻ പറയാം, അതിന് മുൻപേ തന്നെ പ്രിവെൻഷൻ. നമ്മൾ എന്താ വെച്ചാൽ ഇപ്പൊ തന്നെ നമുക്ക് അറിയാം, നമുക്ക് പ്രശ്നങ്ങളുണ്ട്, പലതും ബുദ്ധിമുട്ടുകളുണ്ടെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ടേക്ക് ദ ഡിസിഷൻ റൈറ്റ് നൗ, ജോയിൻ ദ പ്രോഗ്രാമിലേക്ക് വരിക. നമ്പർ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അവസാന അവസരമാണ്. ഈ പറഞ്ഞതുപോലെ 12,000 റുപ്പീസുള്ള കോഴ്സിന്റെ ഫീ 2,500 നമ്മൾ കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, 2,500 നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരാണ്. 9,500 നമുക്ക് എന്ത് ചെയ്യാം, ഈ കോഴ്സിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ് ലൈക്ക് 40 days ആണ്. ഇത് ഒരാൾ മാത്രമല്ല, ഇത്രയും വലിയ ഫീ എന്താ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അത് ഫീ വലുതല്ല. അത് ആക്ച്വലി നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കാനും നമ്മുടെ ലൈഫ് ഹാപ്പി ആക്കാനും നമ്മൾ കൊടുക്കുന്ന, കാരണം ഇതിനു വേണ്ടി ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും വലിയൊരു മിഷനുമായിട്ട് വർക്ക് ചെയ്യുന്നു. അവരുടെ കാര്യങ്ങൾ നിലനിർത്തൽ ആവശ്യമുണ്ട്. അപ്പൊ അതിന് ഒരുപാട് ചെലവും കാര്യങ്ങളും സംഗതികളൊക്കെ ഉണ്ട്. അത് മീറ്റ് ചെയ്ത് പോകാനുള്ള ഒരു ഫണ്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഇത്ര വാങ്ങിച്ചാൽ പക്ഷെ നിങ്ങൾ ജോയിൻ ചെയ്ത് പല ആൾക്കാരും പറയുന്നത് വെച്ചാൽ 1 ലക്ഷം രൂപ കൊടുത്താലും 5 ലക്ഷം രൂപ കൊടുത്താലും വേണ്ടി എന്താ പറയുക, മതിയാവില്ല. അത്രയ്ക്കും വാല്യൂ ആണ് ഈ ഒരു പ്രോഗ്രാമിൽ, അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ്, അത്രയ്ക്കും ലൈഫ് ചേഞ്ചിങ് ആണ് എന്നുള്ളത് ആൾക്കാർ പറയുന്നു. സോ ദിസ് ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ ആ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് എന്ത് ചെയ്യുക, വരിക. ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ഒരു തോട്ട്, ഒരു ഫിയർ വരും, അല്ലേ? ഞാൻ ചെയ്യണം എന്ന് എനിക്കറിയാം, ഞാൻ ചെയ്യണം, അല്ല, എത്ര പേർക്ക് അറിയാം ഇത് ഞാൻ ചെയ്യണം, ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് ഞാൻ ചെയ്യണം എന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? ഇത് ഞാൻ ചെയ്താൽ ഞാൻ രക്ഷപ്പെടും എന്ന് തോന്നുന്നവർ എത്ര പേരുണ്ടെന്ന് കമന്റ് ചെയ്ത് ഇനി ഒന്ന് കമന്റ് ചെയ്യുക. ഇത് എനിക്കിപ്പോൾ സാമ്പത്തികമൊന്നും ഇല്ല, പക്ഷെ എനിക്ക് അറിയില്ല ഞാൻ ജോയിൻ ചെയ്യണോ വേണ്ടേ, ഞാൻ കൺഫ്യൂസ്ഡ് ആണ്, എനിക്ക് പക്ഷേ എനിക്കറിയാം ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും. അങ്ങനെയുള്ളവരൊന്ന് കമന്റ് ചെയ്തേ, ജസ്റ്റ് കമന്റ് ചെയ്ത് മീ എന്ന് കമന്റ് ചെയ്തു. ബഷീർക്ക് എഴുതി, മുത്തു എഴുതി, ഓക്കെ, വെരി ഗുഡ്. നമുക്കറിയാം എനിക്ക് ഹെൽപ്പ് കിട്ടി. നമ്മൾ അധികം ആൾക്കാരുടെ പ്രശ്നം, നമ്മുടെ ലൈഫ് സ്ട്രഗിൾ ചെയ്യുന്ന കാര്യം എന്ന് പറയും, നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ളതാണ്. നമ്മൾ ഒറ്റയ്ക്ക്, എനിക്ക് ആരുമില്ല എന്നെ ഹെൽപ്പ് ചെയ്യാൻ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എനിക്ക് സാമ്പത്തികമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, മാനസികമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, ശാരീരികമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, എനിക്ക് ആരും ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല.
അപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കും പല വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്, പക്ഷെ എവിടെ എത്തില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു കോച്ചിന്റെ, ഒരു എക്സ്പേർട്ടിന്റെ സഹായം ആവശ്യമാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അത് അക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ ഒരു കോച്ചിന്റെ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മെന്ററുടെ സഹായം നമ്മൾ തേടുക, ഒരു സപ്പോർട്ട് നമ്മൾ തേടണം. അങ്ങനെ തേടിക്കഴിഞ്ഞാൽ പെർമനന്റ് ആയിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അധികം ആൾക്കാരും കുറേ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ എത്രയോ ക്ലാസ്സുകൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. മിസ്റ്റർ യെസ്, ശരിയല്ലേ? നിങ്ങൾ എത്രാമത്തെ ക്ലാസ് ആയിരിക്കും കേൾക്കുന്നുണ്ടാവുക? 100-100-ലധികം ക്ലാസ്സുകൾ, ചിലപ്പോൾ 50-ലധികം ക്ലാസ്സുകൾ, എനിക്കറിയില്ല. എത്ര ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്? നിങ്ങൾ നമ്പർ ഒന്ന് എഴുതി. നിങ്ങളുടെ എത്രാമത്തെ ക്ലാസ് ആണ് ഒന്ന് കമന്റ് ചെയ്യും. എത്രാമത്തെ ക്ലാസ് ആയിരിക്കും? ഒരു ഏകദേശം കണക്ക് പറഞ്ഞാൽ മതി. മുത്തു പറയുന്നു ലൈക്ക് ഫസ്റ്റ് ക്ലാസ് ആണ്. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. അപ്പൊ മുത്തു, യു ടേക്ക് എ ഡിസിഷൻ എടുക്കുക. നിങ്ങളുടെ അസുഖം എന്താണ്? മുത്തുവിന്റെ അസുഖം എന്താണ്? 3ാമത്തെ ക്ലാസ് ആണ്. ഓക്കെ, ഷാൻ. ചില ആൾക്കാർ ഇങ്ങനത്തെ ക്ലാസ്സുകൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. കേട്ട ആൾക്കാരോട് പറയാനുള്ളത്, ഒരുപാട് ക്ലാസ്സുകൾ കേട്ട ആൾക്കാരുണ്ട്, ആശാമാരുടെ കൂടെ. അവരൊക്കെ ഇങ്ങനെ സ്ക്രീനിന്റെ പുറകിൽ ഒളിച്ചിരിക്കുക. 100-ലധികം ക്ലാസ്സുകൾ കിട്ടുന്നു. 100 അബോ, ബഷീർ ഖാണ്ടിലെ 100 അബോ. ഓക്കെ, ക്രോൺസ് ഡിസീസ് ആണെന്ന് പറയുന്നു. ക്രോൺസ് ഡിസീസ് ഒക്കെ നമുക്കെന്ന് വെച്ചാൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന, നമ്മളിതിന് മുൻപ് ഹിസ്റ്ററി ഉണ്ട്. ക്രോൺസ് ഡിസീസ് ഉണ്ടായിരുന്ന ഒരാൾ, ഒരു പെൺകുട്ടിയായിരുന്നു. അവര് ഇതേപോലെ നമ്മളുടെ ഹീലിംഗിലേക്കും EFTയിലേക്കും വന്നിട്ട് അവരുടെ അസുഖങ്ങൾ മാറുകയും, അവർക്ക് ക്രോൺസ് ഡിസീസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. സ്വർണ്ണം, ഇത് എങ്ങനെയാണ് നിങ്ങളുടെ ട്രീറ്റ്മെന്റ് ഇപ്പൊ നടക്കുന്നത്? ഇഞ്ചക്ഷൻസ് ഉണ്ടോ? സ്വർണ്ണം, ഓക്കെ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. എനിക്ക് മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, നിങ്ങൾക്ക് എന്ത് ഇഷ്യൂസ് ഉണ്ട് എങ്കിലും അത് നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പൊ ഇതിനു മുൻപ് നമ്മുടെ ക്ലയന്റ് ഉണ്ടായിരുന്നു. ആ ക്ലയന്റ് എന്ത് ചെയ്തു, അവർ ഇതേപോലെ ജോയിൻ ചെയ്തു. ഏകദേശം നല്ല സംഖ്യ മാസം അവർക്ക് ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഇവര് കോഴ്സ് ചെയ്തിട്ട് എന്ത് ചെയ്തു, പിന്നീട് അവർ 25 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്, ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരുന്നത്. അസുഖം മാറി കംപ്ലീറ്റ്ലി റിക്കവർ ആയി. അവർക്ക് ഇപ്പൊ ഇഞ്ചക്ഷൻ ഒന്നും വേണ്ട. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ക്യാഷ് അവർ മുടക്കിയിട്ടുണ്ടാവും? 10-25 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഹൗ മച്ച് മണി. അവർ പറയാം, ഞങ്ങളിത് അറിഞ്ഞില്ല, ഞങ്ങളിത് കേട്ടില്ല, ഞങ്ങൾ മനസ്സിലായി. എല്ലാവരോടും പറയാനുള്ളത്, കം ടു ദ പ്രോഗ്രാമിലേക്ക് വരിക. ലാസ്റ്റ് ചാൻസ് ആണ്. ഇന്ന് തന്നെ വിളിച്ചോളൂ. ഇന്ന് വിളിക്കുന്ന മാക്സിമം ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഇന്ന് വിളിച്ചിട്ട് ബുക്ക് ചെയ്യാം കേട്ടോ. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സീറ്റ് ബുക്ക് ചെയ്യാം. ഇന്ന് വിളിക്കുന്നവർക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ ഉള്ളത്. കം ആൻഡ് ഗ്രാബ് ദ ഓഫർ കേട്ടോ. 2,500 ഡിസ്കൗണ്ട് കിട്ടും. താല്പര്യമുള്ള ആൾക്കാർക്ക് വിളിക്കാം. ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് വാട്സാപ്പിലായിരിക്കും. ആ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, വിളിക്കുക, ബുക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, എല്ലാ അസുഖങ്ങളും നമുക്ക് മാറ്റിയെടുക്കാം. താങ്ക് യു എവരി വൺ ഫോർ ജോയിനിങ് ടുഡേ സെഷൻ. ഇന്നത്തെ സെഷൻ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും നന്ദി. നമ്പേഴ്സ് ഇട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, നമ്പേഴ്സ് നമ്മുടെ ടീം മെമ്പേഴ്സ് എന്ത് ചെയ്യും, വിളിക്കും. വിളിച്ചിട്ടുള്ള ആൾക്കാർ ജസ്റ്റ് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നീക്കുക. ഓക്കെ, ശരി. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു ശുഭരാത്രി നേരുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടു? ഒരുപാട് അറിവുകൾ കിട്ടിയോ? യെസ് ഓർ നോ? ഒന്ന് കമന്റ് ചെയ്യാവോ? ഉപകാരപ്പെട്ടോ? കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയോ? എന്തുകൊണ്ട് അസുഖങ്ങൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ ഉണ്ടാവുന്ന മനസ്സിലാക്കാൻ പറ്റിയോ? മൈൻഡ് ബോഡി കണക്ഷൻ മനസ്സിലാക്കാൻ പറ്റിയോ? യെസ്, യാ, വണ്ടർഫുൾ സെഷൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു എവരിവൺ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ മോർണിംഗ് ക്ലാസ്സിലോ അല്ലെങ്കിൽ അടുത്തൊരു വെബിനാറോ വിഷയമൊക്കെ ആയിട്ട് എന്തെങ്കിലും വീണ്ടും കാണാം. താങ്ക് യു എവരിവൺ. ഗുഡ് നൈറ്റ്.